യാബോക്കെന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിനാരാധന. കാരാഗ്രഹത്തിൽ വീരപ്രവർത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിനാരാധന. യാബോക്കെന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിനാരാധന. കാരാഗ്രഹത്തിൽ വീരപ്രവർത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിനാരാധന. ആരാധന ആരാധന യാകുന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാകുന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിനാരാധന. കർമ്മലെന്ന മലയിൽ അഗ്നി അയച്ച ഏലിയാവിൻ ദൈവത്തിനാരാധന. മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിനാരാധന. കർമ്മലെന്ന മലയിൽ അഗ്നി അയച്ച ഏലിയാവിൻ ദൈവത്തിനാരാധന. ആരാധന ആരാധന യാകുന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാകുന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. മിസ്രമെന്ന ദേശത്തിൽ മുഴങ്ങി നിന്ന മോശയുടെ ദൈവത്തിനാരാധന. സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന ദാനിയേലിൻ ദൈവത്തിനാരാധന. മിസ്രമെന്ന ദേശത്ത് മുഴങ്ങി നിന്ന മോശയുടെ ദൈവത്തിനാരാധന. സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന ദാനിയേലിന്റെ ആരാധന. ആരാധന ആരാധന യാകുന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാകുന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. കൃപ ലഭിച്ചോരെല്ലാം ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന ആരാധന യാകുന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാകുന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനി.
ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു പോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിടുന്നു. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു പോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിടുന്നു. അബ്രഹാമിൻ ദൈവം, ഈസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഈസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. മനുഷ്യരിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിൽ ആശ്രയമോ അത് ഒന്നാണ് എനിക്ക് അഭയം. മനുഷ്യരിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിൽ ആശ്രയമോ അത് ഒന്നാണ് എനിക്ക് അഭയം. അബ്രഹാമിൻ ദൈവം, ഈസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഈസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്ന തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്ന തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ഈസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഈസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഈസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഈസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും. അബ്രഹാമിൻ ദൈവം, അബ്രഹാമിൻ ദൈവം, ഈസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഈസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും. അബ്രഹാമിൻ ദൈവം, ഈസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഈസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഈസഹാക്കിൻ ദൈവം, യാക്കോബിൻ കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഈസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ ശൈതേരി ബോലോ ശബ്ദാരാ ചൂടാരാ താരി മോനോ റിയാന്താ സെറ്റേരി വൈഡം ചാരം രഗതാരി വരവരവരാ ശുടമന വൈഡം ചാരം. ഓ അബ്രഹാമിൻ ദൈവം, ഈസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും. അബ്രഹാമിൻ ദൈവം, ഈസഹാക്കിൻ ദൈവം, യാക്കോബിൻ. റിമാനാല ഹൂരാലാ താരി ബാരാ താരി കാലാതാ റിയാന്തോരോലോ ശൈഡാരാ
judamana riboroto rimanara manasham dara judara tharala riborotoro rikara tharala judara tharala rimanara gadar mana banabala shudamana vaidam charam ragadam lisa tarala rakhorolo robo rimana dhurala rathara liboroto rimanara gadar mana bala shamdura bala shudaram tharam ragadam rimana tharala dhurili rimoro seteri bara tharala rikara dari mono torolo robo rianda satara ribarata shudara thara riboroto riandarala judamana rikorodo vaidara thara dhuramana ragadar bara shudamana vaidam tharam ragadam rimana shudara tharala riboroto seteri ribara dhurala rimana tharala dhurala tharala riandarala shamdara judamana vaidam tharam ragadam rimono terele tere tirile ribara tharala rikara thara dhuramana riboroto seteri rimana tharala dhuramana rianda shudaram tharam ragadam rimana ragada shamdara judamana vaidavara jagare davara riandorolo seteri rimana dhurala tharala dhuramana riandorolo rokorolo roboro rimana tharala riboro torolobo riandarala bara shudara thara rianderia la satara torala riboroto ribara tharala riboro torolobo rikara tharala ribara shudara tharala rianderia la satara liboro torolobo la tarala ribara thuramana rianderia la satara ribara thuramana Holy Spirit na fill agate പരിശുദ്ധാത്മാവിനെ fill agate ദൈവിക അത്യന്ത ശക്തിയാൽ നിറയട്ടെ la satara lara thurili riba riandara lamana shudamana പിടിച്ചു വയ്ക്കാൻ കഴിയാത്തതിലുള്ള ദൈവശക്തിയാൽ നിറയട്ടെ la bra likoro toro lobo la thura la rimana la roko riandara la bara shudara tharala rianderia la satara ribara thurili rimana rimana tharala ribara thurili riba vaidana shudamana rianderia la tara rabala thurala ramana riandara labo la satara liboro thoro lobo rimana ra thurala ra khara la bara riandara la bara shudara tharala raka Holy Spirit മൂവുകൾ ഉണ്ടാകട്ടെ പരിശുദ്ധാത്മാവിന്റെ മൂവുകൾ ഉണ്ടാകട്ടെ ലാബ്രാ ലാഖോറോ ലോറോബോറോ ലാബ്രാ ഷാട്ടാരാല റീബാരാ ധുരിലി റിബ ലാഷ്ബോറോ ലോകോ റിയാൻദേരിയ റീമാനാ ധുരാല റബാരാ La satara la rakoro lorobo rimana la rakara la riondoro lobo jibala la radura la rianderia shete ribala la thurili riba riandara la bara judamana riandoro lobo la satara ribala rakara la riondoro lobo എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ എല്ലാവരും വായ്കളെ തുറന്ന് പ്രാർത്ഥിച്ച് Lambro satara laba shaidara thara la riandoro lobo
ചിലരെ ഇപ്പോൾ പ്രവാചക കൃപാവരങ്ങളിലേക്ക് ഇപ്പോൾ ഹോളി സ്പിരിറ്റ് നിങ്ങളെ ഫില്ല് ചെയ്യുന്നു. കർത്താവ് അങ്ങ് പകർന്ന ദൈവശബ്ദത്തെ, ആ പ്രവചന കൃപാവരത്തെ ഈ ജനത്തിന്റെ മേൽ ഞാൻ ഇപ്പോൾ റിലീസ് ചെയ്യുന്നു. ഇതിനകത്തുനിന്ന് ഒരു കൂട്ടം പ്രവാചകന്മാർ ജനിക്കട്ടെ. ഇതിനകത്തുനിന്ന് ഒരു കൂട്ടം പ്രവാചകന്മാർ ജനിക്കട്ടെ. പ്രവാചകിമാർ രഹസ്യ ജീവിതത്തെയും പരസ്യ ജീവിതത്തെയും ഒരു മടിയും കൂടാതെ തുറന്നു പറയുന്ന അഭിഷിക്തന്മാർ, അവരുടെ മേൽ ഇപ്പോൾ അസാധാരണമായ ദൈവിക ശക്തിയാൽ, അസാധാരണമായ ദൈവിക അധികാരത്താൽ, ദൈവിക മഹത്വത്തോടെ ജനിപ്പിക്കുന്ന, പുറത്തു കൊണ്ടുവരുന്ന ബ്രദർ, നിങ്ങളുടെ മേൽ ഒരു ഇവാഞ്ചലിസ്റ്റ് കോളിംഗ് കർത്താവ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു ഇവാഞ്ചലിസ്റ്റ് ആണെന്ന് എന്നോട് കർത്താവ് പ്രവചിക്കാൻ പറയുന്നു. അനേകം പേർ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേൾക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് കർത്താവ് പറയാൻ പറയുന്നു. നിങ്ങൾ കയറി വന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നിങ്ങളൊരു പ്രവാചകയാണ്. നിങ്ങൾ നിങ്ങൾ ശരിയായ ഒരു മെത്തേഡിലല്ല നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നിൽക്കുന്ന സഭയോ അങ്ങനെ ആ ഒരു അർത്ഥത്തിലല്ല. നിങ്ങൾ പഠിച്ചു വച്ചേക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതൊന്നുമല്ല ശുശ്രൂഷ. ശുശ്രൂഷ എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ എന്താണോ ചിന്തിച്ചത്, അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും, അതൊന്നുമല്ല. അതിനേക്കാൾ വേറെന്തോ കർത്താവ് നിങ്ങളിലൂടെ ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഒന്ന് മുന്നിലേക്ക് വരാമോ കുടുംബമായി? നിങ്ങളെ ദൈവം അനേകം സ്റ്റേജുകളിൽ നിർത്തും. നിങ്ങളിലൂടെ അനേകം രോഗികൾ സൗഖ്യമാകും. നിങ്ങളൊരു തീയാണെന്ന് കർത്താവ് പറയാൻ പറയുന്നു. കർത്താവ് ഈ മനുഷ്യന്റെ മേൽ അതിനെ ഫിക്സ് ചെയ്യുന്നു.
ശക്തി മനുഷ്യൻ്റെ മേൽ ഇപ്പോൾ ഞാൻ ഉള്ളത്തിലിട്ട് പ്രാർത്ഥിക്കുന്നു. ജ്വലിക്കട്ടെ കർത്താവ്, ജ്വലിക്കട്ടെ, ഫില്ലാകട്ടെ, ഫില്ലാകട്ടെ. ഞാൻ ഈ മനുഷ്യൻ്റെ മേലെ അതിനെ ഫിക്സ് ചെയ്യുന്നു. കർത്താവ് അങ്ങനോട് പറഞ്ഞ പ്രവാചക അഭിഷേകത്തെ ഞാനിപ്പോൾ പകരുന്നു. എന്നോട് കർത്താവ് പറയുന്നു, ഇദ്ദേഹം സ്റ്റേജിലേക്ക് പോകുമ്പോൾ, ശുശ്രൂഷയ്ക്കായി പോകുമ്പോൾ, നിങ്ങൾ ഇദ്ദേഹത്തോട് പറഞ്ഞു വിട്ട് നിങ്ങൾ അവിടെ ഇങ്ങനെ ഒരാൾ വരും, നിങ്ങൾ അവരോട് ഇന്നത് പറയണമെന്ന് അവരോട് നിങ്ങളുടെ ഹസ്ബൻഡിനോട് അല്ലെങ്കിൽ അഭിഷിതനോട് പ്രവചിച്ച് പറഞ്ഞു വിടത്തക്ക രീതിയിൽ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അതേ വ്യക്തി അവിടെ കാണും. ഇവർ പറയുന്ന അതേ വ്യക്തി അവിടെ ഉണ്ടായിരിക്കും. അതേ കള്ള ഡ്രസ്സ്, അതേ രോഗമാണെങ്കിൽ രോഗം, എന്താണോ അത് പറയുന്നത് അതവിടെ സംഭവിക്കക്ക രീതിയിൽ നിങ്ങളൊരു ശുശ്രൂഷ കുടുംബമാക്കി കർത്താവ് മാറ്റും. കർത്താവ് ഞാൻ അതിനെ ഫിക്സ് ചെയ്യും. യേശു നാമത്തിൽ ആമേൻ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു കുടുംബമായി ഒരു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിന് പ്രയോജനമുള്ള കുടുംബമായി മാറട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. എല്ലാ കണ്ണുകളും ഒന്നടച്ച് കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായി, അങ്ങ് ഞങ്ങളോട് ഇടപെട്ട കൃപയ്ക്കായി സ്തോത്രം. ഇനി ഞങ്ങളോട് അങ്ങ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ പ്രവൃത്തികൾ കാണുവാൻ തുടർന്നുള്ള മണിക്കൂറുകളിൽ ഞങ്ങൾ അതിനെ വെയിറ്റ് ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. അങ്ങയുടെ നാമം ചൊല്ലി ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആ കരങ്ങളെ അടിച്ച് കർത്താവിൻ്റെ കരങ്ങളെ അടിച്ച് ഇപ്പോൾ നിൽക്കുമ്പോൾ സുനിത സഹോദരി മുന്നോട്ട് കടന്നു വന്ന് സങ്കീർത്തനങ്ങൾ ഒരു ഭാഗം വായിച്ച് പ്രബോധിപ്പിക്കും. അതിനുശേഷം രാജസഹോദരി മുന്നോട്ട് കടന്നു വന്ന് മധ്യസ്ഥ പ്രാർത്ഥനയിൽ നിങ്ങളെ നയിക്കുന്നതായിരിക്കും. 80-ാം സങ്കീർത്തനം എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് വായിക്കാം. സങ്കീർത്തനങ്ങൾ 150. യഹോവയെ സ്തുതിപ്പിൻ, ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പിൻ. അവൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പിൻ. അവൻ്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പിൻ. അവൻ്റെ മഹിമാധിക്യത്തിനു തക്കവണ്ണം അവനെ സ്തുതിപ്പിൻ. കാഹളനാദത്തോടെ അവനെ സ്തുതിപ്പിൻ. വീണയോടും കിന്നരത്തോടും കൂടെ അവനെ സ്തുതിപ്പിൻ. തപ്പിനോടും നൃത്തത്തോടും കൂടെ അവനെ സ്തുതിപ്പിൻ. തന്ത്രിനാദത്തോടും കുടലിനോടും കൂടെ അവനെ സ്തുതിപ്പിൻ. ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പിൻ. അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പിൻ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. യഹോവയെ സ്തുതിപ്പിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹവും ശാന്തമേറിയ പകൽവേളയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വീണ്ടും ഞങ്ങൾക്കൊരു ശബത്ത് ദിവസം കൂടെ കാണുവാൻ തക്കവണ്ണം നാഥ, ഈ പകൽക്കാലം കർത്താവേ നിൻ്റെ ആലയത്തിൽ കടന്നു വന്ന് കർത്താവേ അപ്പാ പിതാവേ എന്ന് വിളിപ്പാൻ തക്കവണ്ണം ഈ പകൽക്കാലം എൻ്റെ കർത്താവ് ഞങ്ങൾക്കായി ഒരുക്കിയ വലിയ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന പരിശുദ്ധാത്മാവേ. കഴിഞ്ഞ ഒരാഴ്ച വിട്ട കാലം എൻ്റെ കർത്താവ് അതിശയകരമായി അത്ഭുതകരമായി ഓരോ ദിവസവും ഓരോ നിമിഷവും കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും വഴി നടത്തിയ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നാഥ.
അനേക ആയിരങ്ങൾ ഈ സമയം പരിശുദ്ധാത്മാവേ ആമേൻ കർത്താവ് വിവിധങ്ങളായ രോഗത്താൽ ഭാരപ്പെട്ട് ആശുപത്രിയുടെ വിവിധ ഭാഗങ്ങളായി കടന്നുകൊണ്ട് മരണത്തോട് മല്ലടിക്കുമ്പോൾ മറ്റനേക ആയിരങ്ങൾ കർത്താവെ വാഹനങ്ങളുമായി കടന്നുപോയി കർത്താവെ ആമേൻ പെട്ടെന്നുണ്ടായ അപകടങ്ങൾ മുഖാന്തരം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ അനേക ആയിരങ്ങൾ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ആമേൻ പല ഇടങ്ങളിലായി കർത്താവെ അലഞ്ഞു നടക്കുമ്പോൾ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും അതിശയകരമായി അത്ഭുതകരമായി കർത്താവെ ഓരോ ദിവസവും വഴി നടത്തുന്ന കൃപകൾക്കായി നന്ദി പറയുന്നു. ആമേൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന പരിശുദ്ധാത്മാവേ വീണ്ടും നിന്റെ സന്നിധിയിൽ കടന്നു വന്ന അപ്പാ പിതാവേ എന്ന് വിളിപ്പാൻ നടത്തിയ വിധങ്ങൾക്കായി നന്ദി അറിയിപ്പാൻ തക്കവണ്ണം കർത്താവേ ആമേൻ കരുതിയ വിധങ്ങളെ ഓർത്ത് സ്തുതിപ്പാൻ തക്കവണ്ണം ഈ പകൽക്കാലം എൻ്റെ കർത്താവ് ഈ ആലയത്തിന് നടുവിൽ ഞങ്ങളെ കൂട്ടിവരുത്തിയ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ വീണ്ടും ഒരു ശബത്ത് ദിവസം കൂടെ കാണുവാൻ എൻ്റെ ദൈവമേ നീ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കിയ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്ന കർത്താവേ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും ആമേൻ ഞങ്ങൾക്കുള്ള സകലതരെയും എൻ്റെ കർത്താവ് സൂക്ഷിച്ച കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം ചെയ്യുന്നാഥ ഈ പകൽക്കാലം നീ ഞങ്ങളുടെ നടുവിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് കർത്താവേ ഇതിൻ്റെ നടുവിലെ കർത്താവ് നാഥ ഇന്ന് പകൽക്കാലം ചെയ്യുന്ന എല്ലാ നല്ലതിനായോർത്ത് നന്ദി പറയുന്ന പരിശുദ്ധാത്മാവേ ഈ പകൽക്കാലം നാഥ ആരും അമ്മ കർത്താവേ വന്നതുപോലെ അല്ല പരിശുദ്ധാത്മാവേ മടങ്ങിപ്പോകുമ്പോൾ അമ്മ കർത്താവേ വലിയൊരു ദൈവ പ്രവർത്തി ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു എന്ന് പറയത്തക്ക നിലവാരത്തിൽ ഇന്ന് പകൽ കർത്താവേ ഞങ്ങളുടെ അത്ഭുതകരം നീട്ടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ കടന്നു വന്ന ജനത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആമേ വിശ്വാസത്തോടു കൂടെ കർത്താവേ ആമേ നിന്നിൽ നിന്നും എന്തെങ്കിലും പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവേ ആഗ്രഹത്തോടെ ആമേ കടന്നു വന്ന വ്യക്തികളുടെ ഇടയിൽ ദൈവ പ്രവർത്തി വെളിപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവർ മനുഷ്യരുടെ മുന്നിലല്ല ആയിരിക്കുന്നത് ആമേ ദൈവ സന്നിധിയിൽ വിശ്വാസത്തോടെ കടന്നു വന്ന ജനത്തിൻ്റെ ഇടയിൽ ആമേ ദൈവ പ്രവർത്തി വെളിപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ ജനത്തിൻ്റെ ഇടയിൽ കർത്താവേ നിന്റെ വലുത് ഇന്ന് പകൽക്കാലം ചെയ്തെടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ആമൻ ഇവിടെ വിശ്വാസത്തിന് ഭംഗം വരുവാൻ ഇടവരാതെ വണ്ണം കർത്താവേ ഇന്ന് പകലിൽ കർത്താവ് വൻ കാര്യത്തെ ചെയ്തെടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ കർത്താവ് രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ട മക്കളുടെ മേൽ ഇന്ന് പകൽക്കാലം സൗഖ്യത്തെ അയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്ന വാക്ക് പറഞ്ഞ കർത്താവ് ഇന്ന് പകൽ കർത്താവേ രോഗത്താൽ ഭാരപ്പെടുന്നവരുടെ മധ്യേ എൻ്റെ കർത്താവ് ഇറങ്ങി വരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങയുടെ അത്ഭുതകരം നീട്ടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പകൽക്കാലം എൻ്റെ കർത്താവ് പരിപൂർണ്ണ സൗഖ്യത്തോടെ ഈ ജനത്തെ മടക്കി അയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഭാരം അനുഭവിക്കുന്ന ആമേ വ്യക്തികളുടെ കർത്താവിൻ്റെ ആമേ ദൈവിക സമാധാനത്തെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം തരുന്ന സമാധാനമല്ല ആമേ നിത്യമായ സമാധാനത്താൽ ഇന്ന് പകൽക്കാലം ഈ ജനത്തെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ആമേൻ കർത്താവ് ഇതുപോലെ എന്തെല്ലാം ആവശ്യ ഭാരത്തോടു കൂടെയാണോ ആമേൻ ഈ ജനം നിന്റെ അരികിൽ ആയിരിക്കുന്നതെന്ന് കർത്താവ് അറിയുന്നു സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവ് ആമേൻ കർത്താവ് ഉൾപ്പൂവുകളെ ആരാഞ്ഞറിയുന്ന കർത്താവ് ഈ പകലിൽ കർത്താവേ അങ്ങയുടെ അത്ഭുതത്തെ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ജനത്തിന് ആവശ്യമായിരിക്കുന്നത് ഇന്ന് പകൽക്കാലം നാഥ അങ്ങ് കൊടുത്ത് മടക്കി അയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവർ വൃഥാ വന്ന് മടങ്ങി പോകുന്നവരല്ല ഒഴിഞ്ഞ പാത്രങ്ങളായി വന്നവരെ കർത്താവേ ഈ പകൽ നിറഞ്ഞ പാത്രങ്ങളാക്കി കർത്താവ് സമൃദ്ധിയോടുകൂടെ കർത്താവ് മടക്കി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരു മനുഷ്യനും ചെയ്യുവാൻ കഴിയാത്തത് ഈ പകൽക്കാലം കർത്താവ് ചെയ്തെടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് വലിയൊരു ദൈവിക സാന്നിധ്യം ഇന്ന് പകൽ ഇതിനകത്ത് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് ആമേൻ കൂടി ഇതോടെ മേൽ പരിവർത്തിച്ച അതേ ദൈവിക സാന്നിധ്യം ഇന്ന് പകലിൽ ഇതിനകത്ത് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ആ ദൈവിക സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ കർത്താവ് ആർക്കും അടങ്ങിയിരിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ആരും തന്നെ കർത്താവെ ഒതുങ്ങിയിരിക്കാനോ ആമേ നിന്റെ സന്നിധി ഒളിച്ചിരിക്കാനോ കഴിയാതെ വണ്ണം ഇന്ന് പകലിൽ സകലരെയും ഒരുപോലെ അങ്ങ് തൊടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ ആത്മാവിനെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അഭിഷേകത്തിന്റെ അളവറ്റ സാന്നിധ്യം ഈ ആലയത്തിനകത്ത് ഇന്ന് പകൽക്കാലം നിറഞ്ഞു നിൽക്കട്ടെ ഈ ജനത്തിന്റെ ഇടയിൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ദൈവ പ്രവർത്തി യഥാർത്ഥമായി ഇന്ന് പകൽ ചെയ്തെടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു വ്യത്യസ്ത അനുഭവത്തിലൂടെ ഇന്ന് പകൽ ഞങ്ങളെ കടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ആമേ നാഥ അപ്രകാരം നാഥ ആഗ്രഹത്തോടുകൂടെ ആമേ കർത്താവെ ഒരുക്കത്തോടുകൂടെ ആയിരിക്കുന്നവരുടെ മധ്യേ ആമേൻ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ അഭിഷേകത്തെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ ദൈവ പ്രവർത്തി ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അഭിഷിക്തരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ആമേ കുടുംബമായ എൻ്റെ കർത്താവ് ഇന്ന് വരെയും നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ആമേ കർത്താവെ വചനവുമായി എഴുന്നേൽക്കുമ്പോൾ ആമേ ദൈവ പ്രവർത്തി ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആരംഭം മുതൽ കർത്താവിൻ്റെ ആമേ പൂർണ്ണ സ്വാതന്ത്ര്യം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വെളിപ്പെട്ടു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ആമേൻ അഭിഷേകത്തോടുകൂടെ അധികാരത്തോടുകൂടെ ഈ ജനത്തിൻ്റെ ഇടയിൽ ആമേ വചനം സംസാരിപ്പാൻ തൻ്റെ മകനെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ആമേ ദൈവാത്മാവിനാൽ എഴുതപ്പെട്ട വചനം അതേ ആത്മാവിനാൽ കർത്താവെ ആമേ ഇന്ന് പകൽക്കാലം വിളമ്പുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ആമേ വചനത്തിൻ്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു
പ്രാർത്ഥിക്കുന്നു. വചനം വീഴുന്ന ഇടത്ത് ആമേൻ കർത്താവേ അത് നല്ല നിലത്ത് വീണ വിത്തുകളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനേകം മക്കൾക്ക് ഇന്നത്തെ വചനം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ആമേൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ നാളുകൾ അഭിഷേകം കുടുംബമായി ചെയ്യുന്ന സകല ശുശ്രൂഷകളും അനുഗ്രഹമായി മാറട്ടെ. ആമേൻ ശുശ്രൂഷ വാതിലുകൾ തുറന്നു കൊടുക്കണമേ. ഇതുപോലെ പരിശുദ്ധാത്മാവേ ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് അഭിഷേകത്തോടുകൂടെ ഈ പകൽക്കാലം നിറയ്ക്കണമേ. വരും ദിനങ്ങൾ എൻ്റെ കർത്താവ് അപ്രകാരം ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ. ആമേ അനേക ഇടങ്ങളിൽ കയറി ചെന്ന് ആമേ നിന്റെ നാമത്തിൽ കർത്താവേ ആമേ അത് പ്രയോജനപ്പെടുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേ ശുശ്രൂഷ വാതിലുകൾ ഇതുപോലെ പരിശുദ്ധാത്മാവേ അനേക ഇടങ്ങളിൽ തുറന്നു കൊടുക്കുമാറാകണമേ. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ആമേൻ ഇതുവരെയും കടന്നു ചെല്ലാത്ത ദേശങ്ങളിൽ അധികാരത്തോടുകൂടെ നിന്റെ നാമത്തിൽ കടന്നു ചെന്ന് ആമേൻ നിന്റെ സാക്ഷ്യം നിൽപ്പാൻ ആമേൻ നിന്റെ ശുശ്രൂഷ നയിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ കർത്താവേ അധികമായി ആമേൻ ആത്മാവിൽ ജ്വലിക്കുവാൻ സഹായിക്കണമേ. അഭിഷേകത്താൽ നിറയ്ക്കണമേ. അധികാരത്താൽ നിറയ്ക്കണമേ. ആമേൻ പരിശുദ്ധാത്മാവേ ആമേൻ കർത്താവേ തൻ്റെ മുന്നിൽ കടന്നു വരുന്ന ആമേൻ കർത്താവ് വ്യക്തികളെ ആമേൻ പൂർണ്ണമായി കർത്താവേ തന്റെ കരങ്ങളിലൂടെ ആമേൻ വിടുതലുകൾ പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവേ ഈ നാളുകളിൽ ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ കുടുംബമായി ശക്തീകരിക്കണമേ. ആമേൻ പൈതന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവൻ ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ കർത്താവേ തന്നിൻ മുന്നിലായിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ ആമേൻ ശരിയായി നയിപ്പാൻ ആവശ്യമായിരിക്കുന്ന ദൈവിക ജ്ഞാനം അധികമായി എൻ്റെ കർത്താവ് ഇനിയും ധാരാളമായി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവ പ്രവൃത്തി ചലിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ആലയത്തിനകത്ത് നടന്നു വരുന്ന എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായി മാറട്ടെ. ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ സാന്നിധ്യം കർത്താവേ ആമേൻ ചലിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ സൺഡേ സ്കൂളിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ പരിശുദ്ധാത്മാവേ വചനത്തിനൊത്തവണ്ണം പൈതങ്ങൾ വളർന്നു വരുവാൻ സഹായിക്കണമേ അപ്പച്ച. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടെ അവർ നിന്റെ നാമത്തിൽ വളർന്നു വരുവാൻ സഹായിക്കണമേ. ആരും തന്നെ കർത്താവേ ആമേൻ തെറ്റിപ്പോകുവാൻ അനുവദിക്കരുതേ കർത്താവേ. ദർശനമുള്ള ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. ആമേൻ കർത്താവേ ആത്മാവിൻ്റെ അളവറ്റ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണത ഈ കുഞ്ഞുങ്ങൾ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ആയിരിക്കുന്ന ഭാഗങ്ങൾ ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കാട്ടുപോത്തിന്റെ കൊമ്പിനെ ഉയർത്തിയ കർത്താവ് ഈ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടുകാരിൽ പരമായി ഞാൻ നിന്നെ അഭിഷേകത്താൽ ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്യുന്ന വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ ഈ പൈതങ്ങൾ കർത്താവ് ആയിരിക്കുന്ന മണ്ഡലങ്ങൾ അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ആയിരിക്കുന്ന കുടുംബങ്ങൾ അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ലീഡേഴ്സ്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ കർത്താവേ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ആമേൻ വിശ്വസ്തയോടെ ചെയ്യുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ പ്രിയപ്പെട്ട മക്കളെയും എൻ്റെ കർത്താവ് ഏറ്റവും കർത്താവ് അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ നാഥ അവരിലൂടെ ദൈവപ്രവർത്തികൾ അവർ ആയിരിക്കുന്ന ഭാഗങ്ങളിൽ കർത്താവേ ആമേൻ കർത്താവേ അനേകം മക്കൾ ക്രിസ്തുവിനെ അറിയുവാൻ തക്കവണ്ണം അവർ ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ പകൽക്കാലം കർത്താവ് കടന്നു വരാൻ ആഗ്രഹിച്ചിട്ടും വരുവാൻ സാധിക്കാത്ത പ്രിയപ്പെട്ട മക്കളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വരും ദിനങ്ങളിൽ ഒരുമിച്ച് ആയതുകൊണ്ട് ആമേൻ ഞങ്ങൾ കർത്താവ് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം കർത്താവേ വരും ദിനങ്ങൾ ആത്മാക്കളെ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു കൂട്ടം മക്കൾ കർത്താവേ ഇനി രക്ഷയെ കണ്ടെത്തുവാനുണ്ട് പരിശുദ്ധാത്മാവേ. അപ്രകാരമുള്ളവർ വരും ദിനങ്ങളിൽ കർത്താവേ ഇതിൻ്റെ ആലയത്തിൽ കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണമേ. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കർത്താവിനെ ആരാധിപ്പാൻ ജനത്തെ കൊണ്ടുവരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭിന്നതകളും മാറിപ്പോകട്ടെ. സഭയ്ക്കകത്തുള്ള വൈരികൾ മാറിപ്പോകട്ടെ. എതിരുകൾ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഐക്യതയോടുകൂടി ഒരുമിച്ച് ആയിരുന്നുകൊണ്ട് കർത്താവേ നിന്റെ സല്ലായിരിക്കാൻ ഓരോ ജനത്തെയും ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കർത്താവേ പൂർണ്ണ സ്വാതന്ത്ര്യം അവരുടെ മേൽ ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇതുപോലെ പരിശുദ്ധാത്മാവേ ഇതുപോലെ നാഥ നിന്റെ വലുതും കർത്താവേ കർത്താവ് വലിയ പ്രവൃത്തി ഇതിനകത്ത് വ്യാപരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവേ മറ്റൊരിടത്ത് മനോഹരമായ ആലയം വിശാലമായ ഒരു ആലയം ഞങ്ങൾക്ക് തരുമെന്നുള്ള വാഗ്ദത്തം ഈ നാളുകളിൽ പൂർത്തീകരിക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളത് കർത്താവ് വിശ്വാസ കണ്ണാൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിനങ്ങൾ എൻ്റെ കർത്താവ് അതിനു വേണ്ടിയുള്ള കർത്താവ് കർത്താവ് ഒരുക്കങ്ങൾ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് പരിശുദ്ധാത്മാവേ ആ സ്ഥലം കർത്താവ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന് ആ ഭാഗത്ത് കടന്നു ചെന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്കൊരു ആലയം പണിയുവാൻ തമ്പുരാൻ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവ പ്രവൃത്തി ചലിക്കുമാറാകണമേ. 8-ാം തീയതി നടക്കുന്ന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. ഹോളിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനേകം മക്കൾ കടന്നു വരട്ടെ. പരിശുദ്ധാത്മാവ് പോസ്റ്ററുകൾ കണ്ട് കർത്താവ് ഓൺലൈനിലൂടെയൊക്കെയും കർത്താവ് കേട്ട് അനേകം മക്കൾ
ഇതിനകത്ത് കൊണ്ടുവരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാ, ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവേ, നിന്റെ പ്രവൃത്തി ആമകത്ത് ഹാളിനകത്ത് ആ ദിവസം ചെയ്തെടുക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ദൈവ പ്രവൃത്തി ആ ദിവസം ഞങ്ങൾ കാണുക, ഞങ്ങൾ അനുഭവിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കൂട്ടം മക്കൾ അതിനായി എൻ്റെ കർത്താവ് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കടന്നു വരുന്ന അഭിഷിക്തന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിൽ അവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവേ, അവരിലൂടെ ദൈവപ്രവൃത്തി ചലിക്കണമേ. ആമേ കർത്താവ്, ഒരു തടസ്സവും കൂടാതെ ആ ശുശ്രൂഷ ഭംഗിയാക്കുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ കർത്താവ്. കടഭാരമില്ലാതെ കർത്താവ് ആ ശുശ്രൂഷയെ ഭംഗിയായി ആമേ കർത്താവ് പൂർത്തീകരിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാ ദൈവ പ്രവൃത്തി ചലിക്കണമേ. അനേക മക്കളുടെ കർത്താവ് അമ്മ വലുത് ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മൻ അപ്രകാരം എൻ്റെ ദൈവം ചെയ്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അമ്മൻ തുടർന്നുള്ള നിമിഷം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഇവിടെ ആയിരിക്കുന്ന മക്കളെ ഒന്നുകൂടെ കർത്താവ് കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവ പ്രവൃത്തി ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അമ്മൻ അപ്രകാരം ചെയ്യുക സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയുടെ മഹത്വമുള്ള കൃപയ്ക്കായി സ്തോത്രം. ക്രിസ്തയേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ നല്ല പിതാവേ, ആമേൻ. ഹല്ലേലൂയ. ഈ നവംബർ മാസത്തെ കർത്താവ് വലുത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് ഇതുവരെ ചെയ്യാത്തത്, നമ്മൾ ഇതുവരെ കാണാത്തതാണ് ഈ വർഷം നടന്നതല്ലേ? അങ്ങനെയാണോ? ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയും കർത്താവിൻ്റെ വലിയ കരം കണ്ടു. ഓരോ ആഴ്ചകളും പുതിയത് ചെയ്യുവാൻ കർത്താവ് എനിക്ക് കൃപ നൽകുന്നത് പോലെ ഇതിനകത്തായിരിക്കുന്ന ലീഡേഴ്സ് മാത്രമല്ല, കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്ന, ലോകം എനിക്ക് വേണ്ട, കർത്താവിൻ്റെ സാന്നിധ്യം മതി എന്ന് പറഞ്ഞു നിൽക്കുന്ന വ്യക്തികളുടെ മേലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽക്കാലം നമ്മൾ ഇതിനകത്ത് കേൾക്കുവാൻ പോകുന്ന വിഷയവും അതാണ്. അവകാശങ്ങളെ, ദൈവിക അവകാശങ്ങളെ കൈവശമാക്കുന്നവരായി നമ്മൾ തീരണം. നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് തരുന്ന അവകാശങ്ങളുണ്ട്, വാഗ്ദത്വങ്ങളുണ്ട്. വാഗ്ദത്വത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഇതും വാഗ്ദത്വത്തെ പോലത്തെ, വാഗ്ദത്വം എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ദൈവിക അവകാശങ്ങളുണ്ട്. ദൈവം ഒരാളുടെ മേൽ, ഇതിനകത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ ഫിക്സ് ചെയ്യുന്ന, അതായത് ഇന്നൊരു പകൽക്കാലം ഒരു പുതിയ കുടുംബത്തിനെ നോക്കി പ്രൊഫറ്റാകുന്ന വ്യക്തി പറഞ്ഞു താൻ ഒരു ഇവാഞ്ചലിസ്റ്റാണ്, താനൊരു പ്രൊഫറ്റാണ് എന്ന് തൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞതുപോലെ ഇതേപോലെ വാഗ്ദത്വങ്ങൾ നമ്മൾ കൈമാറാറുണ്ട്. ഹല്ലേലൂയ. ഈ കൈമാറുന്ന ഞാൻ ഇപ്പോൾ ദൈവിക വാഗ്ദത്വങ്ങൾ കൈമാറിയാൽ ദൈവം എൻ്റെ നാവിലൂടെ അത് സംസാരിച്ചാൽ ഞാനും ദൈവവുമായുള്ള ബന്ധം തീർന്നു. ഹല്ലേലൂയ. ആ വാഗ്ദത്വം വീഴുന്ന വ്യക്തി എന്ത് ചെയ്യണം? അത് കൈവശമാക്കണം. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിൻ്റെ മേൽ കിടക്കുന്ന വാഗ്ദത്വങ്ങളും അവകാശങ്ങളും നിങ്ങൾ കൈവശമാക്കണം. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുത്തിട്ട് പറ, നിൻ്റെ മേൽ ദൈവം തന്ന വാഗ്ദത്വങ്ങളും അവകാശങ്ങളും നീ അവകാശമാക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനെന്ത് ചെയ്യണം? വില കൊടുക്കണം. എന്ത് ചെയ്യണം? വില കൊടുക്കണം. എന്തൊക്കെ വില കൊടുക്കും? സഭയുടെ അകത്ത് വരുന്ന കൃത്യസമയം പാലിക്കുക, മറ്റുള്ള എല്ലാ കാര്യവും മാറ്റിവെച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, ആരാധിക്കുക. വില കൊടുക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ എന്ത് കിട്ടൂ? വാഗ്ദത്വം പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. നമുക്കൊരു ഹയർ എൻഡ് പോസ്റ്റിലേക്ക് ജോലി വേണം. നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഡോക്ടർ ആകണം. ഒരു കുഞ്ഞിൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വരികയാണ്, എനിക്ക് വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ പഠിച്ചു വരുമ്പോൾ ഡോക്ടർ ആകണം. എന്ത് വിചാരിക്കും? എന്ത് ചെയ്യും? അതിനുള്ള പ്രിപ്പറേഷൻ അപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. കൃത്യസമയം പാലിച്ച് പഠിക്കണം, കൃത്യമായി മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ ടെസ്റ്റുകൾ പാസ്സായി അവൻ ജോലിയിൽ പ്രവേശിക്കുന്നത് പോലെ ഈ ലോകത്തിലും ദൈവിക ലോകത്തിലും യഥാർത്ഥത്തിൽ ദൈവം പറയുന്ന വാഗ്ദത്തങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അതിനു വേണ്ടി ഒരു വില കൊടുക്കണം. അതിനു വേണ്ടി എന്ത് ചെയ്യണം? ഒരു ഹാർഡ് വർക്ക് ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവസന്നിധിയിൽ ദൈവം പറയുകയാണ്, നിന്നെ ഒരു പ്ലാറ്റ്ഫോമിൽ നിർത്തും, അല്ലെങ്കിൽ നിന്നെ ഒരു പ്രവാചകനാക്കും, നിന്നെ ഒരു ശുശ്രൂഷക്കാരനാക്കും. അതിന് ദൈവത്തിൻ്റെ കരത്തിലേക്ക് നിന്നെ അങ്ങനെ കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ദൈവം നിന്നോട് അങ്ങനെ പറയുമ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹമാണ് നിൻ്റെ മേൽ കൈമാറുന്നത്. നിന്നെ കർത്താവ് നിർത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ ഇതിനകത്താണ് കിട്ടിയെങ്കിൽ അതിനകത്ത് നിന്ന് തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷമായി നീ വളർന്നു വരണം. നീ വിട്ടുകളയേണ്ടതെല്ലാം വിട്ടുകളയണം. സ്വഭാവം വിട്ടുകളയണം, വാക്കുകൾ വിട്ടുകളയണം, പ്രവർത്തികൾ വിട്ടുകളയണം, രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും വിട്ടുകളഞ്ഞ് ആർക്ക് വേണ്ടി? പരിശുദ്ധനായ കർത്താവിന് വേണ്ടി നിൻ്റെ മന്ദിരമാകുന്ന ശരീരത്തെ വിട്ടുകൊടുക്കണം. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി നിൻ്റെ ശരീരത്തെ വിട്ടുകൊടുക്കുമ്പോൾ നീ അറിയാതെ കർത്താവ് പറഞ്ഞ സമയത്തിനുള്ളിൽ നിൻ്റെ മേൽ ആ അവകാശം വീഴും. ഹല്ലേലൂയ. നീ അറിഞ്ഞോ അറിയാതെ തന്നെ നീ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കും, പ്രവചിക്കും,
അതിന് ഒരാൾ തന്നെ വേണമെന്നോ ആയിരങ്ങൾ വേണമെന്നോ പ്ലാറ്റ്ഫോം ഒന്നും വേണമെന്നൊന്നുമില്ല. ദൈവം എവിടെ വെച്ചാണോ നിന്നെ പ്രവചിപ്പിക്കുമെന്ന് ആഗ്രഹിക്കുന്ന അവിടെ വച്ച് തന്നെ നീ പ്രവചിക്കും. ഹല്ലേലൂയ. അതിനെ തടയുവാൻ ഒരു ശത്രുവിനും കഴിയില്ല. ആ വിത്തിട്ടത് കർത്താവാണെങ്കിൽ, ആ വിത്തിന് വേണ്ടി പ്രയത്നിച്ചത് നീയാണെങ്കിൽ, ദേശാന്തര ശക്തികളാകട്ടെ, ലോകത്തിൻ്റെ പോരുകളാകട്ടെ, മനുഷ്യനാകട്ടെ, മറ്റ് അവസ്ഥകളാകട്ടെ, നിൻ്റെ ജീവിതത്തിനകത്തുള്ള പ്രതികൂലങ്ങളാകട്ടെ, പ്രശ്നങ്ങളാകട്ടെ, അതിനെ തകർക്കുവാൻ ആർക്കും കഴിയുകയില്ല. വിശ്വാസമുള്ളവർ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പറഞ്ഞതാരാണ്? കർത്താവാണ്. കർത്താവ് വാക്ക് പറഞ്ഞാൽ വാക്കു മാറാത്ത ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളോട് പറഞ്ഞത് ദൈവമാണ്, മനുഷ്യനല്ല പറഞ്ഞത്. പക്ഷെ പറയുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തോന്നും, ഇതെങ്ങനെ സാധിക്കും, ഇതെങ്ങനെ നടക്കും എന്ന് തോന്നിയാലും നിന്നോട് പറഞ്ഞത് ദൈവമെന്ന് മനസ്സിലാക്കി നീ ജീവിച്ചാൽ ഉറപ്പായും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. അതിന് ഈ വാഗ്ദത്തം കൈവശമാക്കുവാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തിരിച്ചറിവുള്ളവരായി മാറണം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാളും ഒട്ടും വിശേഷത ഉള്ളവനല്ല. ഹല്ലേലൂയ. സർവത്തിനും അവകാശി നമ്മളാണ്. ദൈവം തന്ന എല്ലാ അവകാശത്തിൻ്റെയും അധികാരം ക്രിസ്തുവിലാണ്. അതുകൊണ്ട് എന്ത് വാഗ്ദത്തമുണ്ടെങ്കിലും ക്രിസ്തുയേശുവിൽ അവയെല്ലാം ആമേൻ അല്ലെങ്കിൽ ഊവ് എന്ന് തിരുവചനം പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് ആ അവകാശങ്ങളെല്ലാം ക്രിസ്തു നമുക്ക് തലയാകുന്ന, ക്രിസ്തു സഭയാകുന്ന നമുക്ക് തന്നിരിക്കുന്നു എന്ന് ആദ്യം മനസ്സിലാക്കണം. തിരുവചനത്തിനകത്ത് പറയുന്നു, കർത്താവിന് കൊടുത്ത എല്ലാ അധികാരങ്ങൾക്കും അവകാശി ഇന്ന് ആരാണ്? സഭയാകുന്ന ഞാനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വാസമുണ്ടോ? സഭയാകുന്ന ഞാനാണെങ്കിൽ ആ അധികാരം ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ഞാനാണ്. ഹല്ലേലൂയ. ആ അവകാശം എൻ്റെ മേലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ മെച്യൂർഡ് ആവണം. ശിശുവായിരുന്നാൽ എന്ത് മനസ്സിലാക്കാൻ പറ്റില്ല? നിങ്ങൾ അവകാശിയാണെന്നും അധികാരിയാണെന്നും മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ പാരമ്പര്യമായി നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ സ്വത്തുണ്ടെങ്കിലും നിങ്ങളുടെ കുഞ്ഞുനാളിൽ അവ എഴുതി നിങ്ങളുടെ കരങ്ങളിൽ തന്നാലും 18 വയസ്സിന് മുകളിലെത്തിയാൽ നിങ്ങൾക്കത് ഉപയോഗിക്കുവാൻ കഴിയൂ. കാരണം എന്തുകൊണ്ടാണ്? അത് മെച്യൂർഡ് ആയ ശേഷമേ നിങ്ങളുടെ കയ്യിൽ ഉപയോഗിക്കാൻ തരൂ. അതുവരെ എന്ത് ചെയ്യും? നിന്നെ നടത്തുവാൻ നിനക്ക് വേറെ കുടുംബക്കാരോ ബന്ധുക്കളോ ചാർച്ചക്കാരോ ആരുമില്ല. നീ ഒറ്റയ്ക്കാണെങ്കിൽ നിന്നെ നടത്തുവാൻ സർക്കാരോ അതിൻ്റെ സംഘടനകളോ അങ്ങനെ വച്ച് ഒരു വ്യക്തി നിന്നോടുകൂടെ നിൽക്കും. നിൻ്റെ ചിലവ് നോക്കുവാൻ, നിൻ്റെ കാര്യങ്ങൾ നോക്കുക, നിൻ്റെ സമ്പത്തെടുത്ത് വെച്ചാണ് ചെയ്യുന്നത്. ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? നിനക്ക് മെച്യൂർഡ് ആവുമ്പോൾ നിനക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ കിട്ടുന്നത് പോലെ ദൈവം തന്ന വാഗ്ദത്തങ്ങൾ എത്ര എണ്ണം ഉണ്ടെങ്കിലും ആ അധികാരം ക്രിസ്തുയേശുവിലൂടെ എല്ലാം നിൻ്റെ മേലാണെന്ന് നീ വിശ്വസിക്കേണ്ടിടത്തോളം കാലം, അല്ലെങ്കിൽ അത് തിരിച്ചറിയണമെന്നിടത്തോളം കാലം അത് നിൻ്റെ മേൽ നിൽക്കും. പക്ഷെ അത് നീ തിരിച്ചറിയുമ്പോൾ നിൻ്റെ നാവിലൂടെ അത് ഓപ്പറേറ്റ് ആവും, നിൻ്റെ കൈകളിലൂടെ അത് ഓപ്പറേറ്റ് ആവും, നിൻ്റെ ജീവിതത്തിനകത്തൂടെ ഓപ്പറേറ്റ് ആകും. നീ ആരോടൊക്കെ എന്തൊക്കെ പറയുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ ദൈവവചനം പറയുന്നു, ആ ദൈവവചനത്തിനകത്തെല്ലാം അത് ഓപ്പറേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. കാരണം നീ മെച്ചേർഡായി, നീ ദാസനല്ലെന്ന് മനസ്സിലായി, നീ ശിശുവായിരുന്നവനെന്നല്ലെന്ന് മനസ്സിലായി, നിൻ്റെ അവകാശം നിൻ്റെ പിതാവിൻ്റെതാണെന്ന് മനസ്സിലായി. പിതാവ് ഈ ലോകത്ത് നിന്നെ നിർത്തിയിരിക്കുന്നത് ഈ അധികാരത്തോടെയാണ്, അഭിഷേകത്തോടാണ്. നീ പറഞ്ഞാൽ സ്വർഗം നിനക്ക് വേണ്ടി ചലിക്കുമെന്ന് മനസ്സിലായി. നീ നിന്റെ ഭവനത്തെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ കുഞ്ഞുങ്ങളെ നോക്കി, നിന്റെ വ്യക്തിപരമായ ജീവിതത്തെ നോക്കി, ഇന്ന് അവകാശത്തിൽ ബന്ധനത്തിൽ കിടക്കുന്ന എന്ത് അവകാശത്തോട് കൽപ്പിച്ചാലും അത് പൊട്ടുമെന്ന് നിനക്ക് മനസ്സിലായാൽ, നീ ഈ ഭൂമിയിലിരുന്ന് കെട്ടുന്നത് കെട്ടപ്പെടുമെന്നും ഭൂമിയിലിരുന്ന് അഴിക്കുന്നത് അഴിയപ്പെടുമെന്നുമുള്ള തിരുവചന പ്രകാരം നീ എന്തു കൽപ്പിച്ചാലും സംഭവിക്കുമെന്ന് മനസ്സിലായാൽ, നീ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, എഴുന്നേറ്റാട്ടെ, ആരാധിച്ചാട്ടെ, കർത്താവിൻ്റെ സന്നദ്ധിയിൽ സ്വീകരിച്ചാട്ടെ. കർത്താവേ, ഞാൻ ദാസനല്ല, ഞാൻ ശിശുവായിരുന്നു. കർത്താവ് എനിക്ക് ഇന്ന് പകൽക്കാലം ഈ വാഗ്ദത്തത്തെ ഓപ്പറേറ്റ് ചെയ്യുവാനുള്ള അധികാരം തന്നിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ ഈ സീസണിൽ, ഈ നവംബർ മാസം ആദ്യത്തെ ദിവസം മുതൽ ഞാൻ മറ്റൊരു ലെവലിലേക്ക് ആത്മീയമായി ഫലം കായ്ക്കുന്ന വ്യക്തിയായി മാറുവാൻ, എൻ്റെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞാൻ ഈ പകൽക്കാലം അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നുവെന്ന് പറഞ്ഞ് ആരാധിച്ചാട്ടെ, ആരാധിച്ചാട്ടെ, ആരാധിച്ചാട്ടെ. ചിലരെ കർത്താവ് ഈ നിമിഷം തൊടുവാൻ പോകുന്നു, ചിലരെ കർത്താവ് ഈ നിമിഷം തൊടുവാൻ പോകുന്നു, ചിലരോട് കർത്താവ് വ്യക്തിപരമായി സംസാരിക്കുവാൻ പോകുന്നു. നീ ആരെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം
നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം എന്തെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം കർത്താവ് ചിലരെ ആളോ മാറിവരെ പോലെ ഉപയോഗിക്കുവാൻ പോകുന്നു. ഓ റിഹബല ദുരഹ ശതര ബരബരഹ റദുല റീധാല ധാരാഗ ശബദാരുധാരം റിഹബല ദുരഹ ശതരബ. നിങ്ങൾ ഇന്ന് ഒന്നുമില്ല എന്ന് പറയരുത്. നിങ്ങൾ ആരുമല്ല എന്ന് പറയരുത്. നിങ്ങൾക്ക് ആരും ഇല്ല എന്ന് പറയരുത്. നിങ്ങൾ സർവത്തിനും അവകാശിയാണ്. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുത്തിട്ട് പറ, നീ സർവത്തിലും അധികാരിയാണ്. നിന്റെ പിതാവ് സ്വർഗത്തിലാണ്. ആ പിതാവായ ദൈവത്തിൻ്റെ എല്ലാ അവകാശങ്ങളിലും നിനക്കും അവകാശമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അത് നീ വിശ്വസിച്ചാൽ നിന്റെ മേൽ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടും. ഹല്ലേലൂയ. നീ ഇന്ന് വരെ കണ്ട എരിഹോ മതിലുകളെ ഇടിക്കുവാനുള്ള ശക്തി നിന്റെ മേലുണ്ടെന്ന് നിനക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. നിന്നെ തകർക്കുവാൻ നിൽക്കുന്ന ശത്രു നിന്നോട് നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ മുന്നേ മുഴങ്കാലും അടക്കിയവനാണെന്ന് മനസ്സിലായാൽ നീ അധികാരിയാണെന്ന് നിനക്ക് മനസ്സിലാകും. നിന്റെ മുന്നേ നിൽക്കുവാൻ ഒരു യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമായ കർത്താവുള്ളത് കൊണ്ട് സിംഹം പോലെ അലർന്ന ഒരു ശത്രുവും നിന്റെ ഭവനത്തിനകത്തും നിന്റെ കുടുംബത്തിനകത്തും വരികയില്ലെന്ന് നിനക്ക് മനസ്സിലാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അത് മനസ്സിലാക്കി നിന്റെ അധികാരം ഓപ്പറേറ്റ് ചെയ്യുന്നതോടെ ദൈവപ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെടും. ആരൊക്കെ റെഡിയാണ്? ഹല്ലേലൂയ. നീ അതിനു വേണ്ടി വില കൊടുത്ത വ്യക്തിയാണെങ്കിൽ പ്രിയ സഹോദര സഹോദരി, ഇന്നു മുതൽ നിന്റെ ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഹല്ലേലൂയ. അതേപോലെ തന്നെ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം പറയുന്നു, ക്രിസ്തുവിലുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശിയും ആകുന്നു. നമ്മളിപ്പോൾ ആത്മീകമായുള്ള കാര്യം കേട്ടു. ഇതിനകത്ത് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിലുള്ളവരെങ്കിലോ അബ്രഹാമിൻ്റെ സന്തതിയിലും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. അബ്രഹാമിന് കൊടുത്തത് ഭൗതിക അനുഗ്രഹങ്ങളാണ്. ഹല്ലേലൂയ. നിങ്ങൾ ക്രിസ്തുവിലുള്ളവരാണെങ്കിൽ ആത്മീകമായി മാത്രമല്ല ഭൗതിക അനുഗ്രഹം, അബ്രഹാമിന് കൊടുത്ത എല്ലാ നന്മകളും നിങ്ങളും പങ്കാളിയാണ്. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ഹല്ലേലൂയ. നമ്മൾ കഷ്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ബുദ്ധിമുട്ടിൻ്റെ അകത്ത് കിടക്കുകയും ഞെരുങ്ങുകയും ചെയ്യുമ്പോഴും ദൈവം നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് തിരിച്ചറിഞ്ഞ് നമ്മൾ ജീവിച്ചാൽ നമ്മുടെ മേൽ അവകാശത്തിൻ്റെ വാഗ്ദത്തം, അബ്രഹാമിൻ്റെ മേൽ കിടന്ന അവകാശത്തിൻ്റെ വാഗ്ദത്തം നമ്മുടെ മേൽ വെളിപ്പെടും. ഹല്ലേലൂയ. ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു. ഞാൻ കഴിഞ്ഞ നേരം പറഞ്ഞതുപോലെ കഴിഞ്ഞ 10 മാസം ആത്മീകമായി വർദ്ധിച്ചവരുടെ മേൽ ഭൗതിക ഫലങ്ങളും പുറത്തു വരും. ഹല്ലേലൂയ. ഈ സഭയുടെ നെക്സ്റ്റ് ലെവൽ വളർച്ചയ്ക്ക് ഇതിനകത്ത് നിൽക്കുന്നവർ തന്നെ കർത്താവ് കരം താങ്ങുന്നവരാക്കി. ചിലരുടെ കരങ്ങളിലേക്ക് കർത്താവ് ആത്മീകമായി അബ്രഹാമിന് കൊടുത്ത ഭൗതിക നന്മകളെ കർത്താവ് പകർന്ന് ഈ ദിവസങ്ങളിൽ ചിലരെ കർത്താവ് മാനിച്ച് നിങ്ങളുടെ കരങ്ങളിൽ ലഭിക്കുന്ന സാമ്പത്തികം കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള മനസ്സൊരുക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ വലിയ കരം ചലിക്കുവാൻ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എന്നെ ആത്മീകമായി മാത്രമല്ല ഭൗതികമായും വർദ്ധിപ്പിക്കണം. ഇനി എന്നെ ആത്മീകമായി മാത്രമല്ല ഭൗതികമായി വർദ്ധിപ്പിക്കണം. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി കൊടുക്കുവാൻ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിലനിൽക്കുവാൻ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ വിശ്രദ്ധയ്ക്ക് വേണ്ടി വിളമ്പുവാൻ തക്കവണ്ണം ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടണമേ എന്ന് പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേപോലെ റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, നാം ദൈവത്തിൻ്റെ മക്കളെന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷി പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോട് കൂടെ തേജസ്വീകരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലഘട്ടത്തിൽ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. നാം ആരാണ്? ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ഹല്ലേലൂയ. ഉറച്ചു പറ, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ
അതിനകത്ത് 16-ാം വാക്യം പറയും, നാം ദൈവത്തിൻ്റെ മക്കളെന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവിനോട് സാക്ഷി പറയുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ നീ ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള സാക്ഷി നീ കേട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. എൻ്റെ ആത്മീയ ജീവിതത്തിനകത്ത് എൻ്റെ ഒരു സഹോദരന് വേണ്ടി, ആത്മീയ സഹോദരന് വേണ്ടി ഞാൻ ഒരു നാളുകൾ പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്ന സമയത്ത്, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തോളമാകും. 10 വർഷത്തോളത്തിന് മുന്നേ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് അന്ന് രാത്രിയോടെ അവന് ലഭിക്കേണ്ട സാമ്പത്തികം ലഭിച്ചില്ല എങ്കിൽ പിറ്റേ ദിവസം രാവിലെ അവന് സാമ്പത്തികം അവൻ കൊടുക്കുവാനുള്ള വ്യക്തി, അല്ലെങ്കിൽ അങ്ങനെ കടം വാങ്ങിച്ച് അവൻ മുങ്ങി നടന്ന വ്യക്തിയൊന്നുമല്ല, ദൈവത്തിൽ വിശ്വസ്തനായി നിന്ന വ്യക്തിയാണ്. അവന് ഓപ്പോസിറ്റ് ചെയ്യുന്ന വ്യക്തി ഭവനത്തിൽ വരുമെന്നും മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നൊക്കെ വെല്ലുവിളിച്ച ഒരു സാഹചര്യം വന്നപ്പോൾ താനും ഞാനും ആയിട്ടിരുന്ന് ഏകദേശം ഒരു അരമണിക്കൂറോളം ഫോണിൽ സംസാരിച്ച് ഉറങ്ങിപ്പോയ സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ ലാസ്റ്റിൽ ഉറങ്ങാൻ കിടന്നു. ഒരു 10:30-11 മണിയായപ്പോൾ എന്നെ ആരോ തട്ടി വിളിക്കുന്നത് ഒരു അനുഭവം ഉണ്ടായിട്ട് റോമർക്കെഴുതിയ ലേഖനത്തിനകത്ത് ഒരു വചനം എനിക്ക് തന്നു. ആ വചനം തന്നതിന് ശേഷം ഞാൻ വചനം എടുത്ത് നോക്കിയപ്പോൾ ദൈവം ആത്മീയമായും ഭൗതികമായും വർദ്ധിപ്പിക്കുന്ന ഒരു വചനമാണ്. ആ വചനം തന്നപ്പോൾ ഞാൻ ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഈ വചനം എന്തുകൊണ്ട് ഇപ്പോൾ ലഭിച്ചു എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മകന് വേണ്ടി കൊടുക്കാൻ പറഞ്ഞു. ആർക്കു വേണ്ടി? ഹല്ലേലൂയ. നല്ല രസമുള്ള സൗണ്ടിൽ മോനെ എന്ന് വിളിക്കുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. ഹല്ലേലൂയ. ഞാൻ ആ രാത്രി തന്നെ ആ വ്യക്തിയെ വിളിച്ച് ആ വ്യക്തിയോട് പറഞ്ഞു, ദൈവം നിങ്ങളെ കരുതിക്കൊള്ളും. അപ്പോൾ ആൾ പറഞ്ഞു, ഇപ്പം തന്നെ 12 മണിയോളമായി എൻ്റെ കയ്യിൽ ഒന്നും ലഭിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, ഒന്നും ലഭിച്ചാലും നാളെ രാവിലെ ഈ വിഷയമൊന്നും സംഭവിക്കില്ല. നീ ദൈവത്തിലാണെന്ന് ദൈവത്തിന് ഉറപ്പുണ്ട്, നീ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ദൈവത്തിന് ഉറപ്പുണ്ടെങ്കിൽ, നിനക്കും ആ ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായും ദൈവപ്രവൃത്തി വെളിപ്പെട്ടിരിക്കും. അപ്പോൾ ആൾ എൻ്റെ അവിടെ വീണ്ടും ചോദിക്കുകയാണ്, ഈ രാത്രി എന്ത് മിറക്കൾ നടക്കും? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, ഞാനും കൂടെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കിടന്നോളാം, നീയും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം 9 മണിയായപ്പോൾ എന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, ആ വ്യക്തി വിളിച്ചു, ഇപ്പോഴത്തേക്ക് ഈ സാമ്പത്തികം വേണ്ട, 8 മാസം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. 8 മാസത്തിനുള്ളിൽ അവന് വേറെ അവസ്ഥകളൊക്കെ വന്നു. ദൈവം അത് കൃത്യസമയത്ത് 8 മാസത്തിന് മുന്നേ തന്നെ കൊടുക്കുവാനുള്ള കഴിവ് കർത്താവ് നൽകി. അതൊരു പ്രശ്നമല്ലാതെ മാറ്റിപ്പോയെങ്കിൽ എൻ്റെ പ്രിയ സഹോദര സഹോദരി, ഇതേപോലെ ഒരുപാട് സാക്ഷികൾ, ഒരുപാട് വാക്കുകൾ കേട്ട വ്യക്തിയാണ് ഞാൻ. നിൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന് ഉറപ്പുണ്ട്, നീ ദൈവത്തിൻ്റെ മകനാണെന്നും മകളാണെന്നും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവെന്ന അച്ചാരം നിൻ്റെ ഉള്ളിൽ നൽകിയിരിക്കുന്നത്. തൃത്വത്തിൽ മൂന്നാമനാകുന്ന ദൈവം നിൻ്റെ ഉള്ളിൽ വന്ന് നിന്ന് ആ ദൈവം വെറുതെ നിൻ്റെ മൺകൂടാരത്തിൽ വാസം ചെയ്യുന്നതല്ല, ഇത് ദൈവത്തിൻ്റെതാണെന്നും ഇത് ദൈവത്തിൻ്റെ രാജ്യത്തിന് നിത്യരാജ്യത്തിലേക്ക് എത്തേണ്ട വ്യക്തിയാണെന്നും ഈ വ്യക്തിയെ ഒരുക്കേണ്ടത് ഞാനാണെന്നും അറിഞ്ഞ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ നീയും തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിനോടുകൂടെ കൂട്ടാളിയായി, പരിശുദ്ധാത്മാവിനോടുകൂടെ നടക്കുന്നവനായി തിരിച്ചറിഞ്ഞ് ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്ത പ്രകാരം നിൻ്റെ ജീവിതം ക്രമീകരിച്ച് നീ മുന്നോട്ട് പോയാൽ നിന്നെ എത്തിക്കേണ്ട രീതിയിൽ എത്തിക്കുകയും ചെയ്യും. ദൈവം തന്ന എല്ലാ വാഗ്ദത്തങ്ങളും നിന്റെ മേൽ വെളിപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പല വ്യക്തികളും പറയാറുണ്ട്, പ്രവചനം എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്, വാഗ്ദത്തങ്ങൾ ഒരുപാട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നതിന് കാരണം പലപ്പോഴും പ്രവാചകൻ്റെ കുഴപ്പമല്ല, ദൈവത്തിൻ്റെ കുഴപ്പമല്ല, ഈ പ്രാപിച്ച വ്യക്തികളുടെ കുഴപ്പമാണ്. ഹല്ലേലൂയ. എന്തെങ്കിലും ഒരു നന്മ കിട്ടുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യില്ല? ദൈവസന്നിധിയിൽ വരില്ല. ദൈവത്തോട് അടുത്തുള്ള ഒരു ബന്ധത്തിൽ നടക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരായി തീരും. നിങ്ങളെ ദൈവമാക്കി വെച്ചിരിക്കുന്ന ആറ്റരുകത്ത് നട്ടിരിക്കുന്നെങ്കിൽ ആ ആറ്റരുകത്ത് ചേർന്ന് നിന്ന് നല്ല വൃക്ഷമായി നിങ്ങൾ വളരണം. ഹല്ലേലൂയ. തക്ക കാലത്ത് ആര് ഫലം കായ്പിക്കും? ദൈവം നിങ്ങളിലൂടെ ഫലം കായ്പിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളെ കർത്താവ് വിളിച്ച് വേർതിരിച്ച് തൻ്റെ പുത്രന് അനുരൂപനാക്കി ഈ ലോകത്ത് നിർത്തിയിരിക്കുമ്പോൾ എൻ്റെ പ്രിയ ജനമേ, റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 16-ാം വാക്യം നമ്മൾ കേട്ടു. 17-ാം വാക്യം പറയുന്നു, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്വീകരിക്കപ്പെടേണ്ട അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. അതാണ് ഞാൻ പറയുന്നത്. ഈ ലോകത്തിൽ കർത്താവുമായിട്ട് ജീവിക്കുമ്പോൾ ഒരു കഷ്ടമുണ്ട്. എന്ത് കഷ്ടമാണ്? ഈ ലോകം എനിക്ക് വേണ്ട, ലോകത്തിൻ്റെ മോഹം എനിക്ക് വേണ്ട എന്ന് ജീവിക്കുന്ന ഒരു കഷ്ടമാണ്. ഹല്ലേലൂയ. മറ്റുള്ളവരെ നോക്കുമ്പോൾ ലോകപരമായ എല്ലാ കാര്യത്തിലും ആക്റ്റീവായിട്ട് നടക്കുമ്പോൾ നമ്മൾ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കേണ്ടി വരും. നമ്മുടെ രഹസ്യ ജീവിതം, പരസ്യ ജീവിതം ആർക്ക് കൊടുക്കേണ്ടി വരും? കർത്താവിനെ
കൊടുക്കേണ്ടി വരും. നമ്മൾ അങ്ങനെ ജീവിച്ചവരാകുമ്പോൾ ക്രിസ്തുവേശുവോടൊപ്പം കൂട്ടവകാശികളാകും. ഹല്ലേലൂയ. കർത്താവിനോടൊപ്പം കൂട്ടവകാശികളും കർത്താവാകുന്ന തലയുടെ ശരീരമാകുന്ന സഭയായി നമ്മൾ മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് എന്ത് സംഭവിക്കും? കർത്താവ് നമ്മുടെ മേലിട്ട അവകാശങ്ങൾ ഓരോന്നായി നമ്മുടെ മേൽ വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനകത്ത് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ദൈവിക വാഗ്ദത്തം കേട്ടിട്ട് അവകാശങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥിച്ചിട്ടും ഒന്നും ലഭിച്ചില്ലെങ്കിൽ, ഇന്ന് മുതൽ നിൻ്റെ ജീവിതത്തിനകത്ത് ഒരു മാറ്റം വരുവാൻ നീ ഇന്ന് പൂർണ്ണമായും കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുക്കണം. നിന്നെ പൂർണ്ണമായും, തൊട്ടടുത്തിരിക്കുന്ന വ്യക്തി ഒന്നും അറിയണ്ട, നീ കർത്താവിനോട് ഹൃദയപരമായി പറയണം, കർത്താവേ, എൻ്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവയെല്ലാം ക്രിസ്തുവേശുവിൽ ഊവ് ആമേനാണെങ്കിൽ, എൻ്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങളെല്ലാം ക്രിസ്തുവേശുവോടൊപ്പം അനുരൂപനാക്കി എന്നെ വച്ചിരിക്കുമ്പോൾ, ആ അവകാശിയാക്കി എന്നെ വച്ചിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വന്ന് ഞാൻ പുത്രനാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, പുത്രനെങ്കിലോ അവകാശി എന്ന് വെളിപ്പെട്ട് നിൽക്കുന്ന ഈ സമയത്ത് എൻ്റെ മേൽ കിടക്കുന്ന അവകാശങ്ങളും വാഗ്ദത്തങ്ങളും ഈ ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, ഇന്ന് മുതൽ നിൻ്റെ മേൽ ആ വാഗ്ദത്തങ്ങളും അവകാശങ്ങളും വെളിപ്പെട്ട് വരുന്നത് കാണുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് ലഭിക്കില്ല എന്ന് പറഞ്ഞാൽ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് തന്നെ ഇരട്ടി മടങ്ങായി തിരിച്ചു വരും. ഹല്ലേലൂയ. നിന്നെ കർത്താവ് മാനിച്ചു തുടങ്ങുമ്പോൾ ഇന്ന് നിന്നെ ശത്രുവായി കാണുന്നവർ നിൻ്റെ മിത്രമായി തീരും. നിന്നെ തള്ളിക്കളഞ്ഞവർ കർത്താവിൻ്റെ കരത്തിലേക്ക്, നിന്നിലൂടെ കർത്താവിൻ്റെ കരത്തിലേക്ക് വരും. നിന്നെ ആർക്കും വേണ്ട എന്ന് തോന്നിയെടുത്ത് നിന്നെ ആർക്കൊക്കെ വേണമെന്നുള്ള വേല കർത്താവ് നൽകും. നീ ഏതു ദേശത്തിൻ്റെ മുന്നേ തല കുനിച്ചോ ആ ദേശത്തിന് മുന്നേ തല ഉയർത്തി നിൽക്കും. നിൻ്റെ മേൽ കർത്താവ് ആരോടൊക്കെ പറയുവാനായി കർത്താവ് ഇപ്പോൾ പറയുന്നു. ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തികളെ നോക്കി ഞാൻ പറയുന്നു, നിൻ്റെ ജീവിതത്തിനകത്ത് ഇന്ന് വന്ന നഷ്ടങ്ങളും കഷ്ടങ്ങളും പ്രതികൂലങ്ങളും നിൻ്റെ ഒറ്റപ്പെടലുകളും കർത്താവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ, വിശ്വസിക്കുവാൻ കഴിവുള്ളവർ ഒന്ന് സ്തോത്രം പറഞ്ഞ് കരമടിച്ച് സ്വീകരിച്ചാട്ടെ, കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുത്താട്ടെ. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിനകത്തേക്ക് നോക്കുകയാണെങ്കിൽ യോഹന്നാൻ എന്ന് പറയുന്ന അപ്പോസ്തലിനെ കാണാൻ കഴിയുമല്ലേ? യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിനകത്ത് കടന്നപ്പോൾ അവിടെ കർത്താവ് ഇറങ്ങി വന്നതിന് കാരണം എല്ലാവരാലും ഒറ്റപ്പെട്ടു. ഹല്ലേലൂയ. ആരുമില്ല, സംസാരിക്കാൻ ആരുമില്ല, ഒന്ന് പറയുവാൻ ആരുമില്ല, കൂടെ ഇരുന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ ആരുമില്ല. തൊട്ടടുത്തെല്ലാം ശവങ്ങളും. അടുത്ത നിമിഷം ഇവൻ മരിച്ചു കഴിഞ്ഞാൽ കൊത്തിക്കൊണ്ടു പോകാൻ കഴിയുള്ള വലിയ കഴുകന്മാരും ഇവനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ, രക്തത്തിൻ്റെയും അഴുകിയ മാംസത്തിൻ്റെയും സ്മെല്ലുകളുടെ അകത്തിരുന്ന് താൻ ദൈവവുമായൊരു ആത്മബന്ധം ഉണ്ടാക്കി. എൻ്റെ പ്രിയ സഹോദര സഹോദരി, നീ ഒറ്റപ്പെട്ടു പോയാലും, നിനക്കാരും കൂട്ടായ്മയില്ലെങ്കിലും, നിന്നെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ആരുമില്ല എങ്കിലും, നീ യഥാർത്ഥത്തിൽ വിശ്വസ്തനാണെങ്കിൽ സ്വർഗം അതിനകത്ത് ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുത്രൻ എന്ന് പറഞ്ഞതിന് ശേഷം നിനക്ക് കരം തന്നിട്ട് കൈ മാറ്റി കളയുന്ന ഒരു ദൈവത്തെ എനിക്കറിയില്ല. നിന്നെ സ്നേഹിതൻ എന്ന് വിളിച്ചിട്ട്, നിന്നെ പുത്രൻ എന്ന് വിളിച്ചിട്ട്, നിനക്ക് അവകാശം തരാമെന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിൽ കൊണ്ടുവിട്ടിട്ട് നിന്നെ തള്ളിക്കളയുന്ന ഒരു ദൈവത്തെ എനിക്ക് അറിയില്ല. എന്നെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ലെങ്കിൽ നിന്നെയും തള്ളിക്കളയില്ല. ഹല്ലേലൂയ. എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ യോഗ്യത കൊണ്ടോ എൻ്റെ വിദ്യാഭ്യാസം കൊണ്ടല്ല ഞാൻ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നെങ്കിൽ നിന്നെയും നിർത്തുവാൻ എൻ്റെ കർത്താവിന് കഴിയും. കർത്താവ് നിൻ്റെ മേൽ ഇട്ടിരിക്കുന്ന അഭിഷേകത്തിന് അത് കഴിയും. നിൻ്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തിന് അത് കഴിയും. നിൻ്റെ മേൽ കർത്താവ് ഇട്ടിരിക്കുന്ന അവകാശങ്ങൾക്ക് അത് കഴിയും. കാരണം ആ അവകാശം നിന്നെ കൃത്യസമയത്ത് നിൻ്റെ കരത്തിൽ എത്തിക്കേണ്ടത് എത്തിച്ചിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഈ ലോകത്തിൽ സാമ്പത്തികമുള്ളവർ ചെയ്യുന്ന ഒരു സംഭവമാണ്, അവരുടെ ജീവിതത്തിനകത്തുള്ള സാമ്പത്തികത്തെ മക്കളുടെ പേരിൽ എഴുതി വയ്ക്കും. പവർ ഓഫ് അറ്റോർണിയായിട്ട് എഴുതി വയ്ക്കും. അല്ലെങ്കിൽ അവർ മരിച്ചതിന് ശേഷം ലഭിക്കേണ്ട രീതിയിൽ എഴുതി വയ്ക്കും. പല മക്കൾക്കും ചിലപ്പോൾ അത് തിരിച്ചറിവ് കിട്ടില്ല. ഒരു വക്കീലിനെ കണ്ട് അവർ അവരുടെ പേപ്പറുകൾ കൊടുത്ത്, ഇത്ര കോടി രൂപ ആസ്തിയുണ്ട്, അത് മൂത്ത മകൻ ഇത്ര, ഇളയവൻ ഇത്ര, അത് ഏറ്റവും ലാസ്റ്റ് ഉള്ളവന് ഇത്ര എന്ന് എഴുതി വയ്ക്കും. ഏറ്റവും ലാസ്റ്റിൽ അപ്പൻ മരിച്ചതിന് ശേഷമായിരിക്കും മക്കളുടെ കരത്തിലേക്ക് ഈ പേപ്പർ വരുന്നത് പോലെ നിൻ്റെ മേൽ കിടക്കുന്ന അവകാശം അത് പേപ്പർ വർക്കുകൾ പൂർത്തീകരിച്ചതാണ്. അത് വേറെ ആർക്കും എടുത്തുകൊണ്ട് പോകുവാൻ കഴിയുകയില്ല. നിൻ്റെ അഡ്രസ്സിൽ നിൻ്റെ പേരിൽ എഴുതിയത് ദൂതന്മാർ നിൻ്റെ കരങ്ങളിലേക്ക് ഈ നാളുകൾ കൊണ്ടുവരും. ഹല്ലേലൂയ. നിൻ്റെ വാഗ്ദത്തത്തെ തട്ടിയെടുക്കുവാൻ ഒരു ശക്തികൾക്കും കഴിയുകയില്ല. കാരണം തന്നതാരാണ്?
സ്വർഗമാണ്. ഹല്ലേലൂയ. സ്വർഗത്തിൻ്റെ അവകാശമാണ് നിന്റെ മേൽ കിടക്കുന്നത്. പുത്രനെങ്കിലോ എന്താണ്? അവകാശിയുമാണ്. നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലഘട്ടത്തിൽ കഷ്ടങ്ങൾ സാരമില്ലെന്ന് ഞാൻ എണ്ണുന്നു. അതിൻ്റെ 19 പറയുന്നു, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഈ ലോകത്തിലുള്ള സൃഷ്ടിയാകുന്ന സൃഷ്ടികൾ പോലും നമ്മളാകുന്ന ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ട, നമ്മുടെ വാഗ്ദത്തങ്ങളും അവകാശങ്ങളും പ്രാപിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്തുമാത്രമാണ്? നമ്മൾ കർത്താവിനോടൊപ്പം ചേർന്നിരിക്കുന്ന നമ്മൾ വെളിപ്പാടിൽ ജീവിക്കണം. ഞാൻ ആരെന്ന് മനസ്സിലാക്കി, നിങ്ങൾ ആരെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യണം? നിങ്ങൾ ജീവിക്കണം. നിങ്ങളുടെ മുന്നേ വരുന്ന പ്രതികൂലങ്ങളുടെ മുന്നേ നിങ്ങൾ തളരുവാൻ പോകരുത്, ക്ഷീണിക്കരുത്, നിങ്ങൾ പരിഭ്രമപ്പെടരുത്, നിങ്ങൾ കരയരുത്. പ്രതികൂലത്തിൻ്റെ മുന്നേ എന്ത് ചെയ്യരുത്? കരയരുത്. ഹല്ലേലൂയ. തളരരുത്. പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ നിങ്ങൾ നശിച്ചു എന്ന് തോന്നരുത്. കാരണം നിന്നെ നശിക്കാതെ, നിന്നെ തകർക്കുവാൻ കഴിയാതെ വണ്ണം ദൈവം നിൻ്റെ പടകിലുണ്ടെന്നുള്ള വിശ്വാസം, ആ വെളിപ്പാട് നിനക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വാഗ്ദത്തം തന്നവൻ കൈവിടാതെ നിന്നോടൊപ്പം ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ ആ വാഗ്ദത്തം ചെയ്ത ദൈവത്തോടൊപ്പം ചേർന്ന് നീ എന്തു ചെയ്യും? ആ പ്രതികൂലത്തിനെ ഫൈറ്റ് ചെയ്ത് ജീവിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലേ? പ്രയാസം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പ്രാർത്ഥിക്കാറുണ്ട്. ആരൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രതീക്ഷണങ്ങളും പ്രതികൂലങ്ങളും കാണുമ്പോൾ അതിനെ ശാസിച്ച് പ്രാർത്ഥിക്കാറുണ്ട്? ഹല്ലേലൂയ. ഒരു പ്രശ്നം വന്നു, കരയാതെ, പ്രതികൂലം കാണുമ്പോൾ ഭയപ്പെടാതെ, എൻ്റെ യേശു ഇതിനുള്ള അധികാരം തന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ശാസിച്ച് പ്രാർത്ഥിച്ച് എത്ര പേരുണ്ട്? ആരുമില്ലല്ലേ? ഹല്ലേലൂയ. ആരെങ്കിലും ഉണ്ടോ? നമ്മളെന്ത് ചെയ്യുന്നറിയാമോ? നമ്മൾ ചെന്നിരുന്ന കരയും, കർത്താവേ ഇത്രയും കാലം ദൈവത്തെ അറിഞ്ഞിട്ട്, ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട്, ഇത്രയൊക്കെ അഭിഷേകത്തിന് കൊടുത്തിട്ട്, ഇത്രയൊക്കെ ആരാധനയ്ക്ക് വേണ്ടി സ്തോത്ര കാഴ്ച അർപ്പിച്ചിട്ട്, ഹല്ലേലൂയ, നമ്മൾ തളർന്നു. പക്ഷെ യഥാർത്ഥ അധികാരി ആരാണ്? കർത്താവ്. ഹല്ലേലൂയ. അധികാരം നമ്മളാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രതികൂലങ്ങൾ കാണുമ്പോൾ ഭയപ്പെടരുത്, നമ്മുടെ പ്രശ്നങ്ങൾ കാണുമ്പോൾ ഭയപ്പെടരുത്. വചനം വച്ച് പ്രാർത്ഥിച്ച് അതിനെ ബ്രേക്ക് ചെയ്യണം. ഹല്ലേലൂയ. എൻ്റെ മുന്നേ പ്രതികൂലങ്ങൾ വരുമ്പോൾ ഒരിക്കലും മാറ്റാൻ കഴിയാത്ത പ്രതികൂലം പോലെ തോന്നുന്ന പ്രതികൂലത്തിൻ്റെ മുന്നേയും ഞാൻ പറയും, ദൈവം എനിക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ വാഗ്ദത്തം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വചനം ഇങ്ങനെയാണ് പറയുന്നുണ്ടെങ്കിൽ, ഈ വചനത്തിനനുസരിച്ച് ഇത് മാറുകയുള്ളൂ. അല്ലാതെ മനുഷ്യനോ ലോകമോ വിചാരിക്കുന്ന കാര്യം നടക്കുകയില്ലെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആ ധൈര്യമുണ്ടോ? ഇന്ന് ആ ധൈര്യം ഉണ്ടാകണം. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു രോഗം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ കരയുകയോ മൂക്കുപിഴിയോ ചെയ്യുന്ന വ്യക്തികളായിട്ടല്ല, ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ദൈവം തന്ന അധികാരത്തെ നിങ്ങൾ ഉപയോഗിക്കണം. ഭൂമിയിൽ ദൈവം അധികാരം തന്നിരിക്കുന്നത് നിനക്കാണ്. നിന്നോട് കൂടെ നിന്ന് പ്രവർത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ നാവായി പ്രവർത്തിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ വായ് തുറന്ന് അതിനെതിരെ നീ കൽപ്പിച്ചാൽ, നീ വാ തുറന്ന് ആർപ്പിട്ടാൽ, യെരിഹോ മതിലുകൾ ഇടിഞ്ഞു വീണതുപോലെ നിന്റെ മുന്നിൽ പ്രതികൂലങ്ങൾ ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞാൽ, ആ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. കർത്താവിൻ്റെ നാമത്തിൽ യോശുവയും കൂട്ടുകാരും ചുറ്റും നടന്നു. ദൈവം പറഞ്ഞപ്പോൾ വാ തുറന്ന് ആർപ്പിട്ടപ്പോൾ ഇതുവരെ ഇടിയാത്തതും ഇതുവരെ നടക്കാത്തതുമായ ചരിത്രം യോശുവയുടെയും കൂട്ടുകാരുടെയും ഇടയിൽ നടന്നെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, ക്രിസ്തുവിൽ വിശ്വാസമുള്ളവനെ, വാഗ്ദത്തമുള്ളവനെ, അവകാശിയെ, നിന്റെ ഭവനത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രതികൂലം ഇടിയണമെങ്കിൽ നീ ആർപ്പെടണം. നീ കരയുകയല്ല, നീ ദൈവത്തിൻ്റെ മകനാണെന്നും മകളാണെന്നും മനസ്സിലാക്കി നീ ആർപ്പിട്ടാൽ, ആ ആർപ്പിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിന്റെ മുന്നിൽ നിൽക്കുന്ന പർവ്വതം പോലെയുള്ള പ്രതികൂലങ്ങൾ, നിന്റെ മുന്നിൽ നിൽക്കുന്ന മല പോലുള്ള പ്രതികൂലങ്ങൾ, അത് നീങ്ങി കടലിൽ പോകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നിന്നോട് കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അത് വചനം വെച്ച് തന്നെ അതിനോട് എതിർത്ത് നിൽക്കണം. ഹല്ലേലൂയ. ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണം. നിങ്ങൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന എന്താണ്? ദൈവദാസന്മാരുടെ സപ്പോർട്ട് എടുക്കും, നല്ലതാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കും, നല്ലതാണ്.
പക്ഷെ നമ്മൾ വീണ്ടും നോക്കുമ്പോൾ ആ പ്രതികൂലം അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവകാശി നിനക്കാണ്. നീ പ്രാർത്ഥിച്ചാൽ, നീ ശാസിച്ചാൽ അത് പോവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അതിനെതിരെ ഭയപ്പെടുകയും നമ്മൾ അതിനേക്കാളും ചെറുതാകുകയും ചെയ്താൽ പ്രശ്നമാണ്. എന്ത് പ്രതികൂലം വന്നാലും ഞാൻ ഒരു കാര്യം പറയാം, എന്ത് പ്രശ്നം വന്നാലും നിൻ്റെ ജീവിതത്തിനകത്ത് കൊടുങ്കാറ്റ് പോലെ, ഈശാനമൂല കൊടുങ്കാറ്റ് അടിക്കുന്നത് പോലെ പ്രശ്നം വന്നാലും പ്രതികൂലം വന്നാലും ഞാനൊരു കാര്യം പറയാം, ആ പ്രതികൂലത്തിനേക്കാളും വലിയവനായ കർത്താവാണ് നിന്നോട് കൂടെ നിൽക്കുന്നത്. നിന്നോട് കൂടെ നിൽക്കുന്നവൻ ആ പ്രതികൂലത്തിൻ്റെ മുന്നിൽ, ആ ദൈവം നിന്നോട് കൂടെ നിന്നാൽ ആ പ്രതികൂലം നിൻ്റെ മുന്നിൽ ഏറ്റവും ചെറുതും സിമ്പിളുമാണെന്ന് മനസ്സിലാക്കുക. ദൈവം നിന്നോട് കൂടെ നിൽക്കുമ്പോൾ, നിനക്ക് അവകാശം തന്നിട്ടുള്ള കർത്താവ് നിന്നോട് നിൽക്കുമ്പോൾ, നിന്നെ പുത്രനെന്നും അവകാശി എന്നും വിളിച്ച കർത്താവ് നിന്നോട് നിൽക്കുമ്പോൾ, വാഗ്ദത്തം ചെയ്തവൻ നിന്നോട് കൂടെ നിൽക്കുമ്പോൾ, ആ ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ പ്രിയ സഹോദര സഹോദരി, നിനക്കെതിരെ നിൽക്കുവാൻ ഒരു ശക്തികൾക്കും കഴിയുകയില്ല. ആകാശമണ്ഡലത്തിന് കഴിയുകയില്ല, ഭൂമി മണ്ഡലത്തിന് കഴിയുകയില്ല, അതോ ലോകത്തിന് കഴിയുകയില്ല, ദുഷ്ടാത്മ സേനയ്ക്ക് കഴിയുകയില്ല, മന്ത്രവാദങ്ങൾക്ക് കഴിയുകയില്ല, ക്ഷുദ്രപ്രയോഗങ്ങൾക്ക് കഴിയുകയില്ല, പ്രയാസങ്ങൾക്ക് കഴിയുകയില്ല, ശാപവാക്കുകൾക്ക് കഴിയുകയില്ല. കാരണം ജീവിക്കുന്ന കർത്താവ് നിന്റെ പടകിലുണ്ട്. അവനാണ് നിന്റെ അധികാരി, അവനാണ് നിന്റെ അവകാശി, അവനാണ് നിന്റെ വാഗ്ദത്തം. അവൻ വാക്കു പറഞ്ഞാൽ വാക്കുമാറാത്ത ദൈവമത്രേ. ഹല്ലേലൂയ. ഉച്ചത്തിലൊരു ഹാലേല് പറഞ്ഞു നോക്ക്. വിശ്വാസമുണ്ടോ? അതായത് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കാറ്റ് തുറന്നു വിട്ടതുപോലെ അങ്ങ് പോവൂ. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, ഇതൊന്നും പറഞ്ഞുതരാൻ എനിക്ക് ആരും ഇല്ലായിരുന്നു. കഷ്ടം വരുമ്പോഴും പ്രയാസം വരുമ്പോഴും നിങ്ങളെപ്പോലെ കരഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷെ കർത്താവ് കൊണ്ടുവിട്ട സഭയുടെ അകത്ത് വിശ്വസ്തത കാണിച്ചു. കൊടുക്കേണ്ടത് കൃത്യമായി കൊടുത്തു. ദൈവത്തെ ആരാധിക്കേണ്ടത് കൃത്യമായി എന്ത് ചെയ്തു? ആരാധിച്ചു. ഭജനം വായിക്കേണ്ടത് കൃത്യമായി വായിച്ചു. ദൈവത്തിൻ്റെ സന്നദ്ധയിൽ മുഴങ്കാലും അടക്കി. ദൈവം എന്നോട് സംസാരിച്ചു തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ജീവിതത്തിനകത്ത് നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് മറ്റൊരു രാജാവിനെ കർത്താവ് ആക്കി വെച്ചിട്ടില്ല, അധികാരം തന്ന് എന്നെയാണ് ആക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. മോശയുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ ചെങ്കടൻ്റെ മുന്നേ മുട്ടുമുടക്കി കരയുമായിരുന്നു. എന്നാലും കൊണ്ടുവന്നല്ലോ. 4 തലമുറ അവിടെ ജീവിച്ചതാണ്. അപ്പം കിട്ടുമായിരുന്നു, ഇറച്ചി കിട്ടുമായിരുന്നു. ഇവിടെ കൊണ്ടിട്ട് കൊല്ലാനാണല്ലോ എന്ന് ആര് കരയുമായിരുന്നു? ജനം കരഞ്ഞു, നമ്മളും കരയുമായിരുന്നു. നമ്മൾ നടത്തിക്കൊണ്ട് വരുന്ന വിധം ആൾക്കാർ അതോടെ ഹാർട്ട് അറ്റാക്ക് വന്ന് വരുമായിരുന്നു. ഹല്ലേലൂയ. തീരൂലായിരുന്നു. അവരേ ആരാ ജീവായി കൊണ്ടുവന്നനും വനും കൂടെ കരഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. കരഞ്ഞോ? എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ട്? ഞാൻ കുറേ പ്രാവശ്യം വായിച്ചിട്ടുണ്ട് കേട്ടോ. മോശ അവിടെ കിടന്ന് നില വിളിച്ചു, കരഞ്ഞു, മൂക്ക് വിഴിഞ്ഞു. ഇതൊന്നും എഴുതിയിട്ടില്ല. ഉണ്ടാവും. ഹല്ലേലൂയ. വിട്ടുപിരിയുവാൻ കഴിയാത്തൊരു ബന്ധം നിനക്കുണ്ടായാൽ, ആരോഗ്യ കർത്താവ് സ്നേഹിക്കുന്നു. ആ കർത്താവ് നിന്നെ എന്താ പറയുക, സ്പർശിക്കുന്നത്, നിന്നോട് കൂടെ സംസാരിക്കുന്നത്, നിന്നോട് കൂടെ നടക്കുന്നത് നിനക്ക് മനസ്സിലായാൽ, ഏതു കൂരിരട്ടിലും ഏതു താഴ്വരയിലും ഏതു തകർച്ചയിലും നീ ആ കർത്താവിൻ്റെ ഉള്ളംകരത്തിലാണെന്ന് മനസ്സിലായാൽ, നിൻ്റെ മേൽ കിടക്കുന്ന അവകാശങ്ങളും വാഗ്ദത്തങ്ങളും മനസ്സിലായാൽ, പ്രിയ സഹോദര സഹോദരി, നെക്സ്റ്റ് ലെവല് നിൻ്റെ ജീവിതമാണ്. നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ, നിന്നെ വെല്ലുവിളിക്കുമെന്ന് പറഞ്ഞ, നിന്നെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ, നിന്നെ ദേശത്തിൽ നിന്ന് വിരട്ടുമെന്ന് പറഞ്ഞ, നിന്നെ ഒറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞ, നിനക്കൊരു ഭാവി തരുകയില്ലെന്ന് പറഞ്ഞ, നിൻ്റെ കുഞ്ഞുങ്ങളെ മുടിച്ചു കളയില്ല എന്ന് പറഞ്ഞവരുടെ മുന്നേ നിൽക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തം നിന്റെ മേൽ പകരണമെങ്കിൽ ദൈവത്തിന് വേണ്ടി നീ വിട്ടുകൊടുക്കണം. അങ്ങനെ ആ ബന്ധമുണ്ടെങ്കിൽ, നിന്റെ സ്വഭാവം ദൈവത്തിന് വേണ്ടി, വിശുദ്ധനായ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ, നിന്റെ വാക്ക് ദൈവത്തിൻ്റെതാക്കി മാറ്റണമെന്ന് നിന്റെ നാവിനെ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ, നീ ദൈവം തന്ന എല്ലാ നന്മകളിലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഉറപ്പായും ഞാൻ വിളിച്ചു പറയുന്നു, നിനക്ക് അധികാരമുണ്ടെന്ന് മനസ്സിലായി. നീ കാല് ബാക്കിലോട്ട് വയ്ക്കില്ല, കാല് ഫ്രണ്ടിലോട്ട് വയ്ക്കും. ഹല്ലേലൂയ. ശാസിക്കേണ്ടതിന് നോക്കി യേശുവിൻ്റെ നാമത്തിൽ നീ ശാസിക്കും. പ്രതികൂലത്തെ നോക്കി ഭയപ്പെടില്ല, പ്രതികൂലമേ മാറിപ്പോകുക എന്ന് കൽപ്പിക്കും. കർത്താവ് വലുത് നിനക്ക് വേണ്ടി അങ്ങനെ ചെയ്യട്ടെ. നിനക്ക് അങ്ങനെ ഒരു ജ്ഞാനവും പരിജ്ഞാനവും കർത്താവ് ഇന്ന് പകൽക്കാലം തരട്ടെ. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞു, ശിശുവായിരുന്നാൽ
ഇത് മനസ്സിലാകില്ല. എന്തുണ്ട്? അധികാരമുണ്ട്. അപ്പൻ്റെ വസ്തുവാണ്, അപ്പൻ്റെ വകകളാണ്, എല്ലാ സ്വത്തിനും അവകാശി ഞാനാണെന്നുള്ള ബോധം വരണമെങ്കിൽ എന്ത് ചെയ്യണം? മെച്യൂർഡ് ആകണം. എബ്രായർക്കെതിരെ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 17 വരെ വായിക്കുമ്പോൾ, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദൈവസഭയ്ക്ക് വേണ്ടി കൊടുക്കണം, ശുശ്രൂഷക്കാരെ ഇത് ചെയ്യണം, എല്ലാവരും കൈത്താങ്ങണം കേട്ടോ. നിങ്ങളുടെ നന്മയിൽ നിന്ന് എല്ലാ വിഹിതവും ദൈവത്തിൽ നിന്ന് കൊടുക്കണം. അങ്ങനെ ചെയ്യുന്നവരെ ദൈവം തള്ളിക്കളയുകയില്ല. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയോടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദത ഉള്ളവരാകാതെ വിശ്വാസത്തിലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങൾ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. ഹല്ലേലൂയ. നമ്മൾ എല്ലാത്തിലും ഫസ്റ്റ് സ്ഥാനത്തിൽ നിൽക്കണം. ഹല്ലേലൂയ. ദൈവസഭയിൽ വരുമ്പോൾ എന്ത് ചെയ്യണം? ഏറ്റവും ഫസ്റ്റുള്ള സീറ്റിൽ വന്നിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സഭയിൽ വരുന്ന ആദ്യം നീ ആകുവാൻ നീ ആഗ്രഹിക്കണം. നമ്മുടെ ഇവിടുത്തെ ആരാധന എത്ര മണിക്കാണ്? 9 മണിക്ക്. നമ്മളിവിടുത്തെ ജനം ആഗ്രഹിക്കുന്ന എന്താണ്? ഏറ്റവും അവസാനം വരുന്ന ഞാനായിരിക്കണമെന്നാണ്. പക്ഷെ കർത്താവ് പറയുന്നത് എന്താണ്? മന്ദത ഉള്ളതായ എന്താ പറയുക, എല്ലാത്തിലും നടക്കണമെങ്കിൽ നടക്കട്ടെ, ലഭിക്കണമെങ്കിൽ ലഭിക്കട്ടെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ദൈവത്തിന് വേണ്ടി ഫസ്റ്റ് പ്രയോറിറ്റി എല്ലാ കാര്യത്തിലും കൊടുക്കണം. അത് ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുന്നവരായിരിക്കും, ദൈവദാസന്മാർക്ക് കൊടുക്കുന്നതായിരിക്കും, സഭയുടെ അകത്തുള്ള മീറ്റിങ്ങുകൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും ദൈവരാജ്യത്തിന് വേണ്ടി വിളമ്പുന്നതായിരിക്കും, നിങ്ങളുടെ ഓഹരിയും മറ്റുള്ള കാര്യം കൊടുക്കുന്നതായിരിക്കും. എന്ത് കാര്യത്തിലും നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി ഉള്ളവരായി തീരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭജനം വായിക്കുന്നതിൽ ഫസ്റ്റ് ആയിരിക്കണം, പ്രാർത്ഥിക്കുന്നതിൽ ഫസ്റ്റ് ആയിരിക്കണം, ഉപവസിക്കുന്നതിൽ ഫസ്റ്റ് ആയിരിക്കണം. ദൈവവുമായുള്ള, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇൻറ്റിമസി, ദൈവവുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ ആരായിരിക്കണം? ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്താൽ ആ വാഗ്ദത്തങ്ങളും അവകാശങ്ങളും എന്ത് ചെയ്യാം? പ്രാപിച്ചെടുക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിൻ്റെ അവകാശികൾക്ക് തൻ്റെ ആലോചന മാറാത്തതെന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു. അതിൻ്റെ 12 വായിച്ച് നിർത്തിയത്. 12-ാം വാക്യം പറയുന്നു. എബ്രായർക്കെതിരെ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു, അങ്ങനെ നിങ്ങൾ മന്ദത ഉള്ളവരായി വിശ്വാസമുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങൾ അവകാശമാക്കുന്നവരെ അനുകാരികളായി തീരും. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തപ്പോൾ തന്നെക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനോട് സത്യം ചെയ്താണ് വാഗ്ദത്തം കൊടുത്തത്. അബ്രഹാമിനോട് പറഞ്ഞ സത്യത്തിന് ദൈവം അതിന് പ്രതിഫലം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാഗ്ദത്തത്തിന് പ്രതിഫലം കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രതിഫലത്തിനും അല്ലെങ്കിൽ നമ്മുടെ വാഗ്ദത്തത്തിനും പ്രതിഫലമുണ്ട്. കാരണം ദൈവം പറഞ്ഞ വാക്ക് സത്യമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളത് കേൾക്കുമ്പോൾ ആ സമയം കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് തോന്നുമെങ്കിലും ദൈവത്തിനെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യം ദൈവം നിന്നോട് പറയുകയില്ല. ദൈവം പറയുന്ന വാക്കിനോടൊപ്പം ദൈവത്തിൻ്റെ സത്യവും കൂടെ ചലിക്കും. അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തിട്ട് തന്നെക്കാൾ വലിയവനില്ലാത്തത് കൊണ്ട് തൻ്റെ നാമത്തിൽ തന്നെ സത്യം ചെയ്താണ് ദൈവം കൊടുത്തുവെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. നിൻ്റെ വാഗ്ദത്തങ്ങൾ നടക്കുവാൻ ചെറിയ ഡിലേകൾ വന്നാലും നീ ആ വാഗ്ദത്തത്തിന് വേണ്ടി മന്ദത കാണിക്കാതെ ദൈവത്തോട് ചേർന്ന് നിന്ന് വീണ്ടും വീണ്ടും ആഴത്തിൽ ദൈവത്തെ സേവിച്ച് ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ ഉറപ്പായും ആ വാഗ്ദത്തങ്ങൾ എന്ത് ചെയ്യും? നിൻ്റെ മേൽ വരും. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന എത്രയോ പേർക്ക് സാക്ഷി പറയാൻ കഴിയും അല്ലേ? ഞങ്ങൾ വാഗ്ദത്തം കേട്ടപ്പോൾ അല്ലെങ്കിൽ പ്രവചനം കേട്ടപ്പോൾ നടക്കുമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ നടന്നു. ഇന്ന് ആ നന്മ ഞങ്ങൾ കാണുന്നു എന്ന് പറയുന്ന എത്രയോ പേർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം, ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ഇപ്പോഴും നമ്മുടെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ ഇനിയുമുണ്ട്. ആ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ കിട്ടിയ നന്മയ്ക്ക് ഉപരിയായി ദൈവത്തിനോടൊപ്പം ചേർന്ന് നിൽക്കണം. ഹല്ലേലൂയ. ദൈവത്തോടു കൂടെ നടക്കുകയും ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ ദൈവം നിന്നെ മാനിച്ചു തുടങ്ങും. എബ്രായർക്കെതിരെ ലേഖനം തന്നെ അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം പറയുന്നു. വിശ്വാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്. അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം പഠിപ്പിക്കുന്നു.
വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ചു. എവിടേക്ക് പോകുന്നുവെന്ന് അറിയാതെ പുറപ്പെട്ടു. ഹല്ലേലൂയ. അബ്രഹാം എന്ത് ചെയ്തു? തന്നെ വിളിച്ച് ദൈവത്തിന് വിശ്വസിച്ച് തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നുവെന്ന് അറിയാതെ പുറപ്പെട്ടു. നമുക്കും അങ്ങനെയാണ്. ദൈവം വാഗ്ദത്തം ചെല്ലുമ്പോൾ, അവകാശം തരുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റൂല എവിടെയാണ് നമ്മൾ എത്തുന്നത്, അത് കിട്ടുമോ ഇല്ലേ എന്നൊക്കെ നമുക്ക് തന്നെ തോന്നും. ഹല്ലേലൂയ. പക്ഷെ അബ്രഹാം എന്ത് ചെയ്തു? വിശ്വസിച്ചു. നീ നിന്റെ മേൽ കിടക്കുന്ന അവകാശവും വാഗ്ദത്വവും വെളിപ്പെടണമെങ്കിൽ ആദ്യം വിശ്വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ആരോട് എന്ത് ശുശ്രൂഷ എന്തെന്ന് പറഞ്ഞാലും ഞാൻ ധൈര്യമായിട്ട് പറയുമെന്ന് പറഞ്ഞു. ഇന്ന് വരെ ഞാൻ പറയുന്നുണ്ട് കേട്ടാ. ഇന്ന് പകലും എനിക്ക് സന്തോഷം തോന്നി. ഹല്ലേലൂയ. അവരെക്കുറിച്ച് ഒരു റിപ്പോർട്ട് പറഞ്ഞുവിടാ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ മാത്രമാണ് ആ വ്യക്തി സഹോദരനെ സഹോദരിയോട് സംസാരിച്ചത്. പക്ഷേ ദൈവം ഇന്ന് ആ വ്യക്തികളെക്കുറിച്ച് ഇതിനകത്ത് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അവരൊരു പ്രവാചകനും ഇവാഞ്ചലിസ്റ്റും ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞതാരാണ്? ദൈവമാണ്. അവർ വാഗ്ദത്വത്തിന് വിശ്വസ്തയോടെ നിന്നാൽ ദൈവം ആ പ്രവൃത്തി വെളിപ്പെടുത്തിയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെയ്ത ദൈവം നമ്മളോട് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യും? അതിനുള്ള എല്ലാ പ്ലാനും എല്ലാ സ്കെച്ചും വരച്ചിട്ടേ ചെയ്യൂ. ഹല്ലേലൂയ. മോശയെ വിളിച്ച് ഇസ്രായേൽ ജനങ്ങളെ 4 തലമുറ ബന്ധനത്തിൽ കിടന്ന് ഇസ്രായേൽ ജനങ്ങളെ വിളിച്ചിറങ്ങി കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ദൈവത്തിന് എത്രയോ വഴിയുണ്ടായിരുന്നു, എത്രയോ പദ്ധതി ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റി ചെങ്കടലിൻ്റെ കരയിൽ കൊണ്ടുവന്നതും, ചെങ്കടൽ വിഭജിച്ച് അപ്പുറത്തെ കരയിൽ പോയി പിന്നീട് മാറയുടെ ഇടയിൽ പോയതും, മാറയിൽ നിന്ന് മാറ്റി കർത്താവ് യെരിഹോ മതിലിൻ്റെ അടുത്ത് കൊണ്ടുപോയതും എല്ലാം ദൈവം ജീവിക്കുന്നുവെന്നും വിളിച്ച ദൈവം വാഗ്ദത്തം ചെയ്ത ദൈവം നൽകുവാൻ അസാധാരണമായ ശക്തിയുള്ളവനെന്നും ആ ദൈവത്തെ കൊണ്ട് ഒന്നും അസാധ്യമായി ഒന്നുമില്ല എന്നും മനസ്സിലാക്കി ഈ ലോകത്തിലെ ജനം ആ ദൈവത്തെ വാഴ്ത്തുവാനാണ്. അങ്ങനെയാണെങ്കിൽ നിന്നെ വിളിച്ച ദൈവത്തിനും ഒരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നിന്നോട് വാഗ്ദത്തം പറഞ്ഞ ദൈവത്തിനും ഒരു പദ്ധതി ഉണ്ട്. നിന്നോട് അവകാശം പറഞ്ഞ ദൈവത്തിനും ഒരു പദ്ധതി ഉണ്ട്. നീ ഇന്ന് കാണുന്ന റിസൾട്ട് അല്ല, ദൈവത്തിൻ്റെ കരത്തിൽ ഒരു റിസൾട്ട് അതിനകത്തുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം വലുത് നിനക്ക് വേണ്ടി ചെയ്യും. അപ്പോൾ ഇതിനകത്തുള്ള വാഗ്ദത്തങ്ങളും അവകാശങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതേപോലെ കർത്താവ് തന്നെ നമുക്ക് തന്നു. പിതാവായ ദൈവം എന്ത് ചെയ്തു? 2025 വർഷത്തിന് മുന്നേ കാൽവരി കുരിശിൽ തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ തന്നു. അതിലൂടെ നമുക്കൊരു കുറച്ചേറെ വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഒരു അവകാശമാണ് നിത്യരാജ്യം എന്ന് പറയുന്ന അവകാശം. നമുക്ക് ഈ ലോകത്തിൽ എന്തൊക്കെ ലഭിച്ചാലും എന്ത് വേണം? ഈ ലോകം വിട്ടെടുക്കപ്പെടുമ്പോൾ നമ്മൾ എവിടെ പോകണം? നിത്യരാജ്യത്തിൽ അവകാശിയായി തീരണം. നിത്യരാജ്യത്തിൽ അവകാശിയായി തീരാതിരുന്നാൽ നമ്മളിവിടെ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും എന്തൊക്കെ നമുക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും ഒരു ഗുണവുമില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് തന്നെ തീത്തോസിന് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ പറയുന്നു, നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ. ഹല്ലേലൂയ. നമ്മൾ നിത്യജീവൻ അവകാശിയാവാൻ 2 രീതിയിലാണ് കർത്താവ് നമ്മുടെ മേൽ പ്രവർത്തിക്കുന്നത്. ഒന്ന്, പുനർജനന സ്നാനം, വെള്ളത്താലുള്ള സ്നാനം. അതേപോലെ ആത്മാവിനാലുള്ള സ്നാനം. വെള്ളത്താൽ നീ സ്നാനമെടുത്ത വ്യക്തിയാണെങ്കിൽ ആത്മാവിനാൽ സ്നാനമെടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനെ സ്നാനമെടുക്കുവാൻ തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി വെള്ളത്താൽ ജനിക്കാത്ത വ്യക്തിയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ വെള്ളത്താൽ ജനിക്കണം. വെള്ളത്താൽ ജനിക്കുക മാത്രമല്ല, വെള്ളത്താൽ ജനിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവനായി, ക്രിസ്തു നിന്നിൽ വാസം ചെയ്യുന്നവനായി കർത്താവ് നിർത്തിയിരിക്കുന്നിടത്ത് ജീവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാരമ്പര്യവും ലോകവും എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വെള്ളത്താൽ സ്നാനം എടുക്കരുത്. ദൈവം നിന്നോട് ആക്കി വെച്ച സ്ഥലത്ത്, ദൈവം നിനക്ക് വാഗ്ദത്തം ചെയ്ത സ്ഥലത്ത് നിന്ന് വളരണം. ഹല്ലേലൂയ. ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? നിത്യരാജ്യത്തിൽ നിനക്ക് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. അതിനകത്ത് പറയുന്നു, നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും എവിടെ എത്തും? നിത്യജീവനിലേക്ക് പ്രവേശിക്കും.
അതേപോലെ പറയുന്നു പത്രോസ് എഴുതിയ ലേഖനം പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ പറയുന്നു. അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതും അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെ വെള്ളത്താൽ വീണ്ടും ജനിപ്പിച്ചത് ഈ ലോകത്തിലെ എന്തെങ്കിലും നന്മ ലഭിച്ച് മടങ്ങി പോകുവാനല്ല, സ്വർഗത്തിലുള്ള ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശമാകുന്ന നിത്യരാജ്യത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? നിത്യരാജ്യം മുറുകെ പിടിച്ച് നിത്യരാജ്യത്തിൻ്റെ ദർശനം കണ്ട് ജീവിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ജീവിതത്തിൽ, ഈ ലോകത്തിൽ നമ്മുടെ രഹസ്യ ജീവിതം, പരസ്യ ജീവിതം എല്ലാം ക്രമീകരിക്കും. ഹല്ലേലൂയ. അല്ല, ഈ ലോകത്തിലെല്ലാം വേണമെന്ന് പറഞ്ഞ് നടക്കുമോ? കിട്ടുമായിരിക്കാം. കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നമ്മുടെ മേൽ ഉള്ളത് കൊണ്ട് ആ വാഗ്ദത്തങ്ങളുടെ മേൽ കിടക്കുന്നതെല്ലാം നമ്മുടെ മേൽ കിട്ടും. പക്ഷേ കർത്താവിൻ്റെ ഹിതം, ഏറ്റവും വലിയ ആഗ്രഹം നിത്യരാജ്യത്തിൽ കർത്താവിനോടൊപ്പം നമ്മൾ ജീവിക്കണമെന്നാണ്. രണ്ടാമത്തെ കാര്യം രോഗസൗഖ്യം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം തന്നെ അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം പറയുന്നു, നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങളെ കർത്താവ് ക്രൂശിന്മേൽ കൊണ്ടുപോയത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങളെ, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരുകൾ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കർത്താവ് ക്രൂശിൽ കയറിയത് കൊണ്ട് എന്ത് സംഭവിച്ചു? നമ്മുടെ രോഗം സൗഖ്യം വെളിപ്പെട്ടു. ഇന്നിതിനകത്തിരിക്കുന്ന ആരെങ്കിലും രോഗികളായിരിക്കുന്നെങ്കിൽ ആ രോഗം ചുമന്നുകൊണ്ട് നിങ്ങൾ നടക്കരുത്, ആ രോഗത്തെ കുടഞ്ഞു കളയണം. ഹല്ലേലൂയ. കാരണമെന്ന് പറഞ്ഞാൽ രോഗം നമ്മുടെ അവകാശമല്ല, രോഗസൗഖ്യമാണ് നമ്മുടെ അവകാശം. എന്ത് രോഗം വന്നാലും, എന്ത് മുഴ വന്നാലും, എന്ത് ക്യാൻസർ വന്നാലും, എന്ത് പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് രോഗം ദൈവമിടുന്നതല്ല, രോഗം ദൈവമിട്ട് പരീക്ഷിക്കുന്നതല്ല. സാത്താൻ കൊണ്ടിടുന്നത് ദൈവം കൊണ്ടിട്ടു എന്ന് പറഞ്ഞ ആ നുകം നീ ചുമന്നുകൊണ്ട് നടക്കരുത്. ദൈവം നിനക്ക് അടിപ്പിണരുകളാലുള്ള സൗഖ്യമാണ് തന്നിരിക്കുന്നെങ്കിൽ ആ സൗഖ്യത്തിന് അവകാശി നീയാണെന്ന് തിരിച്ചറിഞ്ഞ് നീ ആ രോഗം മാറിപ്പോകുവാൻ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആ രോഗം നിന്നെ വിട്ട് നീങ്ങിപ്പോകും. ഇനി അതേപോലെ ഒരു കാര്യമാണ് ദാരിദ്ര്യ ശമനം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം പറയുന്നു, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മുടെ ദൈവമാരാണ്? സമ്പന്നനാണ്. വെളിപ്പാട് പുസ്തകം മാത്രം വായിച്ചാൽ മതി. ഹല്ലേലൂയ. വജ്രവും നീലരത്നവും വൈഡൂര്യവും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ട് നിറഞ്ഞതാണ് സ്വർഗരാജ്യം. അപ്പം അതിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ദൈവം ആരാണ്? സമ്പന്നനാണ്. ആ സമ്പന്നനായിട്ടും നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ദാരിദ്ര്യം സഹിച്ചത്. ഇനി നമ്മൾ ദാരിദ്ര്യനായി കഴിയാതിരിക്കാനാണ്. ഹല്ലേലൂയ. ഇതിനകത്ത് നിൽക്കുന്ന നിങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടെങ്കിൽ ആ ദാരിദ്ര്യത്തിൽ നിന്ന് കുടഞ്ഞു കളയണം. നിങ്ങളുടെ മേൽ കിടക്കുന്ന അവകാശമാണ് സമ്പന്നത. ഹല്ലേലൂയ. നമ്മൾ സമ്പത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, കർത്താവ് ആഗ്രഹിക്കുന്നു. ദാരിദ്ര്യം നമ്മളെ ഒന്നും പഠിപ്പിക്കുന്നില്ല. എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ദാരിദ്ര്യം പഠിപ്പിച്ചിട്ടുണ്ടോ? സങ്കടങ്ങളും വിഷമങ്ങളും ഒറ്റപ്പെടലുകളും എല്ലാവരിൽ നിന്ന് ഒഴിവാക്കലും മാത്രമാണ് ദാരിദ്ര്യം പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ സമ്പത്ത് നിങ്ങളുടെ കരങ്ങളുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ഉറപ്പായും ദൈവരാജ്യം നിന്നിലൂടെ വർദ്ധിക്കും. ഹല്ലേലൂയ. ഇന്ന് കൊടുക്കുന്നതിൻ്റെ ഇരട്ടിയായി ദൈവത്തിന് കൊടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പം സമ്പന്നത ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. ദാരിദ്ര്യം നമ്മുടെ അവകാശമല്ല. നമ്മുടെ അവകാശം അല്ലാത്തതിന് നമ്മൾ ഇന്ന് എന്ത് ചെയ്യണം? പകൽക്കാലം കുടഞ്ഞു കളയാൻ പോവുകയാണ്. ഇനി ദാരിദ്ര്യത്തിൽ ജീവിക്കുമെന്ന് പറഞ്ഞാൽ അതേപോലെ ജീവിക്കാൻ നീ പ്രാക്ടീസ് വരണം. സഭയുടെ അകത്ത് അത് വേണ്ട. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി കർത്താവിൻ്റെ വചനപ്രകാരം പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് പ്രാർത്ഥിച്ച ശേഷം പഠിക്കാം. എല്ലാവരും എഴുന്നേറ്റാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ.